ഹരേ കൃഷ്ണ. സർവശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. എല്ലാവർക്കും ഈ സത്സംഗത്തിലേക്ക് സുസ്വാഗതം. ഹരേ കൃഷ്ണ രവി മാതാജി, ഹരേ കൃഷ്ണ ഗീത മാതാജി, ഹരേ കൃഷ്ണ സതി മാതാജി, ഹരേ കൃഷ്ണ ഷിബി മാതാജി, ഹരേ കൃഷ്ണ ശാന്തകുമാരി മാതാജി, ഹരേ കൃഷ്ണ സുജന മാതാജി, ഹരേ കൃഷ്ണ കൃഷ്ണകുമാരി മാതാജി, ഹരേ കൃഷ്ണ പത്മ മാതാജി, ഹരേ കൃഷ്ണ ഉഷ ഉഷാമണി മാതാജി, ഹരേ കൃഷ്ണ ശോഭന മാതാജി, ഹരേ കൃഷ്ണ ലൈല മാതാജി, ഹരേ കൃഷ്ണ വിദ്യ മാതാജി, ഹരേ കൃഷ്ണ വിദ്യ മാതാജി വീണ്ടും കാണാൻ സാധിച്ചു. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ പ്രേമ വൃന്ദാവനത്തിലെ ഈ സത്സംഗത്തിന്റെ സെക്ഷനിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നാട്ടിലെത്തി കുറെ ട്രാവലൊക്കെ കഴിഞ്ഞ് നല്ല ക്ഷീണമുണ്ട് എന്റെ മുഖത്ത് കാണാമായിരിക്കും. ഉറങ്ങാതെ നിങ്ങളെ ഇടയ്ക്കൊന്ന് വിളിച്ചേക്കണം. പ്രഭു ദേ ഇവിടെ എവിടെയാണെന്ന് പറഞ്ഞൊന്ന് വിളിച്ചേക്കണം. കാര്യം ഉറങ്ങണം എന്നൊക്കെ വിചാരിച്ചു, പക്ഷെ അമ്മ എങ്ങനെ അമ്മയ്ക്ക് ഒരുപാട് കാര്യം ഇത്ര നാളെ കാണുന്നതല്ലേ, അപ്പൊ സംസാരിക്കാനൊക്കെ ഉണ്ട്. അങ്ങനെ ഞാനത് കിടന്നൊക്കെ നോക്കിയതാ. പിന്നെ വിളക്കെത്തിക്കാൻ എണീക്കേണ്ടി വന്നു. ഉച്ചയ്ക്ക് ഒരു ക്ലാസ് ഉണ്ടായിരുന്നു ദോഹയിലെ, അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇരിക്കേണ്ടി വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉടനെ തന്നെ ഇപ്പൊ ഈ ക്ലാസ് ആയി. അപ്പം നമ്മളിപ്പം മാതാജി പറഞ്ഞ പോലെ തന്നെ എല്ലാവരും നമുക്കിപ്പോ കാർത്തിക മാസമാണ്. അപ്പൊ ആ ഒരു സമയത്ത് എനിക്കിപ്പോ ഇവിടെ വരാൻ പറ്റിയത് തന്നെ ഒരു ഭാഗ്യമാണെന്ന് തോന്നുന്നു. കാര്യം ഗുരുവായൂർ ഇങ്ങനെ കൂടാമെന്ന് സതി മാതാജി ഒരു അഭിപ്രായം പറഞ്ഞു. അപ്പം ഞാൻ ഗുരുവായൂർ അവസാനത്തെ വിഷ്ണുപഞ്ചക ഇപ്രാവശ്യം 4 ദിവസമേ ഉള്ളൂ. ഇപ്പൊ തുളസി കല്യാണമാണ് ലാസ്റ്റ് ദിവസം. അപ്പൊ അന്ന് തുളസി കല്യാണത്തിന് അന്ന് 5-ാം തീയതി എല്ലാവരും കൂടെ കൂടാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ സതി മാതാജി ഷെയർ ചെയ്യും. അപ്പൊ ആർക്കൊക്കെ വരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അവിടെ വരുവാണെങ്കിൽ നമുക്ക് ഗുരുവായൂര് ഭഗവാന്റെ പല വിധ ലീലകളും നാരായണീയമോ അഷ്ടപതിയോ കീർത്തനങ്ങളൊക്കെ പാടി അവിടെ ഇരുന്ന് ഭഗവാനോടൊപ്പം ഭീഷ്മപഞ്ചകം നമുക്ക് എടുക്കാം. പ്രസാദം നമുക്ക് അവിടെ ഒരുപക്ഷെ ഐസ്കോണി പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് കിട്ടും നമുക്ക് ഭീഷ്മപഞ്ചകത്തിന്റെ പ്രസാദം. അപ്പൊ അതിനും ബുദ്ധിമുട്ടുണ്ടാവില്ല. അങ്ങനെ ഓക്കെ. അപ്പൊ നിങ്ങള് ആർക്കൊക്കെ വരാനായിട്ട് പറ്റുന്നവര് ഞാനിപ്പോ ബാംഗ്ലൂരാ ഉള്ളത്. ഞാൻ രാധിക മാതാജി ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. 4-ാം തീയതിക്ക് 5-ാം തീയതി എത്താൻ കണക്കാക്കി. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മള് 3 പേര് കാണുള്ളൂ വാസ്തവത്തിൽ അല്ലേ? വേറെ ആരും ഇല്ലേ? ജ്ഞാനാംബ ചേച്ചി ഉണ്ട് പ്രഭു. ജ്ഞാനാംബ ചേച്ചി വരുന്നുണ്ട്. 3-ാം തീയതി ഇരിക്കുമെന്നും കണ്ടാ പറഞ്ഞു തോന്നുന്നു. അതെല്ലേ. അപ്പൊ ആർക്കൊക്കെ മാതാജി, രതിദേവി മാതാജി, ഗീതാ മാതാജി ആയിരുന്നു, ആരും വരുന്നില്ല. എല്ലാവർക്കും മടി പിടിച്ചു. കൃഷ്ണമാതാജിക്ക് പിന്നെ വയ്യ, പാവം വരാൻ വയ്യ. നമ്മളുടെ ഈ മല്ലിക മാതാജി വരുമോ? മല്ലിക മാതാജി ഒരുപാട് എന്നാളും മല്ലിക മാതാജി ഗുരുവായൂർ അവിടെ നാരായണീയാലയത്തിൽ ഭജന ഇരുന്ന സമയത്ത് ഞാൻ അതിന്റെ അടുക്കിൽ കൂടെ പോയി. മാതാജി അവിടെ ഉണ്ടെന്ന് ഓർക്കാതെ അങ്ങ് പോയി. അങ്ങനെ മാതാജിക്ക് വലിയ വിഷമായി പോയായിരുന്നു. അതെയോ? പക്ഷെ ഇടയ്ക്കിടയ്ക്കൊക്കെ മാതാജി ഗുരുവായൂരാണെന്ന് പറയുന്നതും കേൾക്കാം. ചിലപ്പം അതെ, ആരെങ്കിലും കൊണ്ടുവിടുക തോന്നണം. അവിടെ കൊണ്ടുവിട്ടിട്ട് പിന്നെ വിടുക തോന്നണം. അങ്ങ് പോവാണല്ലേ? ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ നമുക്ക് ഇന്ന് ഇവിടെ ഞാൻ ദാമോദര ആരതി ചെയ്തിട്ടില്ല. അപ്പൊ നമുക്ക് ദാമോദര അഷ്ടകം ഒന്ന് ചൊല്ലിയിട്ട് നമുക്ക് തുടർന്ന് നമ്മളുടെ ഇന്നത്തെ ഇതിലേക്ക് പോകാം. അച്ഛൻ എങ്ങനെയുണ്ട് പ്രഭു? ഹരേ കൃഷ്ണ. സോറി, അച്ഛന് കുഴപ്പമില്ല, ഇവിടെ ഇരുന്ന് കേട്ടോണ്ടിരിക്കുന്നു. ഹരേ കൃഷ്ണ പറയൂ. എല്ലാവരുടെയും പ്രാർത്ഥന ഒരുപാട് നന്ദി. ഹരേ കൃഷ്ണ. ശ്രീ ശ്രീ രാധാ ദാമോദരാഷ്ടകം. നമാമീശ്വരം സച്ചിദാനന്ദരൂപം ലസത്കുണ്ടലം ഗോകുലേ വ്രജമാനം യശോദാഭിയോ ലോകലാദവമാനം പരാമൃഷ്ടമത്യന്തദോദ്രതഗോപ്യാ രുദന്തം മുഹുർനേത്രയുഗ്മം വ്രജന്തം കരാംഭോജയുഗ്മേന സാദംഗനേത്രം മുഹുശ്വാസകം വാക്ത്രീരേഖാംഗകണ്ഠാ സ്ഥിതഗ്രൈവ ദാമോദരം ഭക്തിബദ്ധം
ഇതി ദൃക്സലീലാഭിരനന്ദകുണ്ടേ സുഘോഷം നിമജ്ഞന്തമാഖ്യാപയന്തം ത്വദീയേഷിതജ്ഞേഷു ഭക്തൈർജിതത്വം പുനഃ പ്രേമതസ്തം സദാ വൃത്തിവന്ദേ വരം ദേവമോക്ഷം ന മോക്ഷാവധിം വാ ന ചാന്യം വൃണേഹം വാരേഷാദപീഹാം ഇദം ദേവപുർനാദ ഗോപാലബാലം സദാ മേ മനസ്യാവിരാസ്തം കി അന്യേ ഇദം തേ മുഖാംബോജമത്യന്ത നീലൈർ വ്രതം കുണ്ടലേ സ്നിഗ്ധരക്തശ്ച ഗോപ്യാ മുഹുശ്ചുംബിതം ബിംബരക്താധരം മേ മനസ്യാവിരാസ്താപാലം ലക്ഷലാഭേ നമോ ദേവദാമോദരാനന്ദ വിഷ്ണോ പ്രസീദ പ്രഭോ ദുഃഖജലാബ്ധിമഗ്നം കൃപാദൃഷ്ടിവൃഷ്ട്യാദിദിനം ബദാനോ ഗൃഹാണേശ മാമജ്ഞമേധ്യാക്ഷി ദൃശ്യ കുബേരാത്മജൗ ബദ്ധാമൂർത്യൈവയത്വത് ത്വയാമോചിതൗ ഭക്തി ഭാജൗ കൃതൗ ച തഥാ പ്രേമ ഭക്തിം സുഖാമി പ്രയച്ഛ നമോക്ഷേ ഗ്രഹോ മേസ്തി ദാമോദരേഹാം നമസ്തേ സ്തുദാംനേ സ്ഫുരദീപ്തിദാംനേ തുദീയോദരായാദ വിശ്വസ്യ ദാംനേ നമോ രാധികായൈ തോദീയ പ്രിയായൈ നമോ നന്ദലീലായ ദേവായ തുഭ്യം നമോ രാധികായൈ തോദീയ പ്രിയായൈ നമോ നന്ദലീലായ ദേവായ തുഭ്യം ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ ജയ രാധാ ദാമോദര രാധാ രാധേ ജയ ദാമോദരാ ജയ ദാമോദരാ ജയ ദാമോദരാ ജയ മക്കൻ ചോരാ നമാമീശ്വരം സച്ചിദാനന്ദരൂപം ലസത്കുണ്ടലം ഗോകുലേ വ്രജമാനം ശ്രീ ശ്രീ രാധാ दामोदर भगवान की जय श्री श्री यशोदानंदन दामोदर भगवान की जय श्री श्री मक्खन चोर भगवान की जय दामोदर लीला महामहोत्सव की जय अनंत कोटि वैष्णव की जय कार्तिक मास महामहोत्सव की जय गौर प्रमानंदे हरि हरि बोल हरे कृष्ण അപ്പം നമ്മള് ദാമോദര ലീല പ്രവചനം കഴിഞ്ഞ ദിവസം നമ്മൾ നടത്തിയിരുന്നു. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ദാമോദര ലീല എന്താണ്, നമ്മള് എല്ലാവരും നെയ്വിളക്ക് ദാമോദര ഭഗവാന് നമ്മള് ചെയ്യുന്നുണ്ട്. അപ്പൊ ഡെയിലി ചെയ്യുന്നുണ്ട്. അപ്പൊ അതെന്താണെന്നൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾ എല്ലാവരും ഒക്കെ തന്നെ ഉണങ്ങിയ തുളസിയുടെ സ്റ്റിക്കില് പഞ്ഞിയൊക്കെ കെട്ടി നെയ്യൊക്കെ മുക്കി ദാമോദര ഭഗവാൻ ആരതിയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോ തീരാറായി, ഒരാഴ്ച കൂടിയൊക്കെ സമയമുള്ളൂ. നവംബർ 5-ാം തീയതി കൊണ്ട് തീരുകയാണ്. അന്നാണ് തുളസി ശാലിഗ്രാമം വിവാഹം. അപ്പൊ നമുക്ക് അവിടെ തുളസി മഹാത്മ്യം എന്ന് പറയണമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ തുളസി മഹാത്മ്യത്തിന്റെ ബുക്ക് കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് അവിടുന്ന് ദോഹയെന്ന്. അപ്പൊ അങ്ങനെ ഒക്കെ വിചാരിക്കുന്നു. അപ്പം നമുക്ക് പറ്റുകയാണ് തുളസി കല്യാണം നടത്താൻ പറ്റുമെന്ന് അറിയില്ലാതെ കുറച്ച് നമ്മൾ അതിനുള്ള യോഗ്യരല്ല. പക്ഷെ ശ്രമിച്ചു കഴിഞ്ഞാൽ തുളസി കല്യാണം നടത്താൻ പറ്റും, ചെറിയ രീതിയിലെങ്കിലും. അത് വലിയ വലിയ വിവാഹ മഹോത്സവമായിട്ടാണ് വൈഷ്ണവർ ആഘോഷിക്കുന്നത്. നമുക്ക് അത്രയൊന്നും സാധിച്ചില്ലെങ്കിൽ നമ്മുടെ കൊക്കിനൊതുങ്ങുന്ന പോലെ തുളസിയുടെയും ഭഗവാന്റെയും വിവാഹം നമുക്ക് ആഘോഷിക്കാം. അപ്പൊ നിങ്ങൾ വരുന്ന ദിവസം മാതാജിയൊക്കെ തെരഞ്ഞെടുത്തത് തീരുന്ന ദിവസമാണ്. അന്നത്തെ പൂർണിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അതുകൊണ്ടാണ് നമുക്ക് ഫാസ്റ്റിംഗ് തീരുന്ന പൂർണ്ണചന്ദ്രനെ കണ്ടിട്ടാണ് നമ്മൾ ഇന്നത്തെ വ്രതം അവസാനിപ്പിക്കുന്നത്. അപ്പൊ നമ്മള് അതുപോലെ കഴിഞ്ഞ ബുധനാഴ്ച ഇപ്പൊ എത്ര ദിവസമായി, 2-3 ദിവസമായേ ഉള്ളൂ, നമ്മള് വേറൊരു ലീല കണ്ടു ഭഗവാന്റെ. നമ്മൾ ഒരുപാട് ലീലകൾ ഈ സമയത്ത് നടന്നു എന്ന് നമ്മൾ കണ്ടല്ലേ. കാർത്തിക മാസത്തിലെ ഈ ശരത് പൂർണിമ കാലത്താണ് രാസലീല നടന്നത്. അപ്പൊ രാസലീല, ഗോപികാഗീതം, ഇത് രണ്ടും ഞാൻ കഴിഞ്ഞ ദിവസം അതിലെ കുറെ ശ്ലോകങ്ങൾ എടുത്തിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. ഗോപികാഗീതം, കാര്യം നമ്മൾ കാർത്തിക മാസത്തിൽ ഗോപികാഗീതത്തിലെ ഒരു 2-3 ലൈനെങ്കിലും എടുത്തില്ലെങ്കിൽ അത് വളരെ അപരാധമായി പോകും എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ എടുത്തത്. കാര്യം ഞാൻ അത് തന്നെ പറഞ്ഞു, നമുക്ക് ഗോപികാഗീതം, ഗോപികമാരെ പറ്റി പറയാൻ തന്നെ നമുക്ക് യോഗ്യരല്ല. കാര്യം ശ്രീല പ്രഭുപാദര് പറയുന്നത് ഐ ആം നോട്ട് ക്വാളിഫൈഡ് ടു ടെൽ അബൌട്ട് ദ ഗോപീസ് എന്നാണ് പറഞ്ഞത്. അപ്പൊ അത്രയും വലിയ മുതിർന്ന വൈഷ്ണവരും ആചാര്യന്മാരും പറയുന്നു ഗോപികമാരുടെ ഭക്തി എന്ന് പറഞ്ഞാൽ ഒരു വേറിട്ട ഭക്തിയാണ്, ഹൈ ലെവൽ ഭക്തിയാണ്. എങ്ങനെ ഗോപികമാര് ക്വാളിഫൈഡ് ആണോ? അവർ ജ്ഞാനികളാണോ? അവർ സ്കൂളിൽ പോയിട്ടുണ്ടോ? അവരുടെ യോഗ്യത എന്താണ്? അവർക്ക് എത്ര PhD ഉണ്ട്? ഒന്നുമില്ല. അവര് പിന്നെ എന്താണ്? ഗൃഹസ്ഥരാണ് അല്ലെ. അതുകൊണ്ടാണ് ഭഗവാന് ഗൃഹസ്ഥാശ്രമികളാണ് ഏറ്റവും ഇഷ്ടം. ഗോപികമാർക്ക് ഭർത്താക്കന്മാരുണ്ട്, പലർക്കും മക്കളുണ്ട്. ചിലര് അമ്മമാരായിട്ടുള്ള ഗോപികമാരാണ്, ചിലര് എന്താണ് ബാലികമാരായിട്ടുള്ള ഗോപീജനങ്ങളാണ്. ഇവരെല്ലാവരും അവരുടെ എല്ലാ പ്രവൃത്തികളും ചെയ്യുന്നുണ്ട് അല്ലെ. അവരാരും പശുവിനെ കറവ നിർത്തുവോ, അല്ലെങ്കിൽ ഇന്നാൽ ഭഗവാന്റെ കൂടെ പൂർണ്ണമായിട്ട് ഒരു ഗോപികയായിട്ട് അങ്ങ് നടന്നേക്കാം, അങ്ങനെ ആരെങ്കിലും വിചാരിച്ചോ? അവരവരുടെ ഡെയിലി ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നിട്ട് അവര് എങ്ങനെ ഭഗവാനെ സദാ സ്മരിക്കുന്നു എന്ന് നമ്മളെ കാണിച്ചു തരികയാണ്. അതുകൊണ്ടാണ് ഗോപികമാര് ഭഗവാന്റെ ഏറ്റവും മുതിർന്ന ഭക്തരെന്ന് പറയുന്നത്. കാര്യം അനന്തകോടി യുഗങ്ങൾ തപസ്സിരുന്ന യോഗികൾക്ക് പോലും ഈ ഗോപികമാരുടെ തത്തുല്യമായിട്ട് ആരും അംഗീകരിച്ചിട്ടില്ല, ഒരാചാര്യന്മാരും അംഗീകരിച്ചിട്ടില്ല. യോഗികൾക്കൊന്നും ഭഗവാനെ കിട്ടാൻ പോകുന്നേയില്ല എന്നാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്. യോഗികളൊക്കെ ഇങ്ങനെ ശ്വാസമൊക്കെ പിടിച്ചിട്ട് വർഷങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ പോലും ഭഗവാൻ ആരാണെന്ന് അറിയാനോ ഭക്തി എന്താണെന്ന് അറിയാനോ ഈ ജ്ഞാനം കൊണ്ടോ അവര് ചെയ്യുന്ന ഗുസ്തി കൊണ്ടോ അഭ്യാസങ്ങൾ കൊണ്ടോ പറ്റാത്ത സ്ഥിതിക്ക് ഈ ഗോപികമാര് സദാഹരിയായിട്ട് ഭഗവാനുമായിട്ടുള്ള ആ ഒരു വിരഹ വേദനയാൽ അവരിങ്ങനെ ആ വിരഹ ഭക്തിയിലാണ് അവര് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. അവരുടെ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്, ഒരു വീട്ടിലുള്ള എല്ലാ ജോലികളും ചെയ്യുന്നുണ്ട്, അവര് സമൂഹത്തിൽ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷെ അവര് അപ്പോഴും എപ്പോഴും സദാഹരിയായിട്ടിരിക്കുന്നു. ഇത് തന്നെയാണ് നമ്മൾ എല്ലാ ശാസ്ത്രങ്ങളും പഠിച്ചിട്ട് അന്തേ നാരായണ സ്മൃതി അല്ലെ. നമ്മൾ അവസാനത്തിൽ നാരായണ സ്മൃതി മതി എന്നാണ്, ഒരു 85-90 കഴിഞ്ഞിട്ട് നാരായണ സ്മൃതി മതി എന്നാണ് നമ്മൾ അന്തേ നാരായണ സ്മൃതി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ശരിക്കും സദാഹരിയായിട്ട് പോയിരുന്നാലേ ഉള്ള അന്തേ നാരായണ സ്മൃതി ഉണ്ടാകുകയുള്ളൂ. നമ്മൾ ഏതവസ്ഥയിലായിരുന്നാലും, പ്ലെയിൻ ക്രാഷിലാണെങ്കിലോ, ഭൂമികുലുക്കത്തിലാണല്ലോ, സുനാമിയിലാണല്ലോ, ഏതവസ്ഥയിലും നമ്മൾ മരണത്തിനിടയായി കഴിഞ്ഞാലും ആ അന്ത്യകാലത്ത് ഭഗവാനെ ഓർക്കണമെങ്കിൽ നമ്മൾ സദാഹരിയായിട്ട് പോയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യവും നമുക്ക് മനസ്സിലാക്കേണ്ടതാണ്. അപ്പൊ അങ്ങനെ ഈ ഗോവർദ്ധൻ ലീല ഭഗവാന്റെ അതിമനോഹരമായ ലീലയാണ് നടന്നത്. എത്ര പേര് നിങ്ങള് ഗോവർദ്ധന പർവ്വതത്തെ പറ്റി അറിയാം? ഗോവർദ്ധന പർവ്വതം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, അതിന് എത്ര കിലോമീറ്റർ ചുറ്റളവുണ്ട് എന്നൊക്കെ ആർക്കാണ് അറിയാൻ പറ്റുന്നത്? പറയാമോ? വൃന്ദാവനിലെ ഗോവർദ്ധന സ്ഥലത്താണ് പ്രഭു. 21 കിലോമീറ്റർ എന്നാണ് എന്റെ ഒരു ഊഹം. അതെ. അപ്പം വൃന്ദാവനത്തിലെ, അതായത് യു പി രാജസ്ഥാൻ, ഈ 2 ജില്ലകളിലായിട്ടാണ് ഗോവർദ്ധനം വ്യാപിച്ചിരിക്കുന്നത്. ഏകദേശം 21 തൊട്ട് 24 കിലോമീറ്റർ ആയിട്ടാണ് പറയുന്നത്. ഞാൻ ചില ഇതിലൊക്കെ ഗൂഗിളിലൊക്കെ കാണുമ്പോൾ 23, 21 21 എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൽ ചില സ്ഥലങ്ങളിൽ 24 കിലോമീറ്റർ ആയിട്ടാണ് പറയുന്നത്. രാജസ്ഥാനിൽ കൂടെയും കൂടി ഇങ്ങനെ പോകുന്നുണ്ട്, വ്യാപിച്ചു കിടക്കുന്നുണ്ട്. അപ്പൊ ഈ ഗോവർദ്ധന പർവ്വതം എങ്ങനെ അവിടെ വന്നു? ഗോവർദ്ധന പർവ്വതത്തിന് വേറൊരു കഥയുണ്ട്. അവിടെ വരാനായിട്ട് ഒരു മുനി ഗോവർദ്ധനത്തെ കൊണ്ടുവന്ന വഴിക്ക് അവിടെ വെച്ചിട്ട് ഭാരം കൂടുകയും വൃന്ദാവനത്തിൽ വന്നപ്പോൾ അങ്ങനെ ഇറങ്ങി ഗോവർദ്ധനത്തെ അവിടെ വെച്ച സമയത്ത് അത് അവിടെ ഉറച്ചു പോവുകയും, എന്നിട്ട് ആ മുനി തിരിച്ചു വിളിച്ചപ്പം വരാതെ വന്നപ്പോൾ മുനി ശപിക്കുകയും ആ ശാപം
എന്തായിരുന്നു? നീ ഓരോ വർഷവും എന്താണ് ഒരു അരിമണിയുടെ അത്രയും വലിപ്പം ചെറുതായിട്ട്. കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, ചെറുതായിക്കൊണ്ടിരിക്കും. അങ്ങനെ ദ്വാപരയുഗത്തിൽ നിന്ന് ചെറുതായി ചെറുതായി തുടങ്ങിയ ഗോവർദ്ധന പർവ്വതം ഇപ്പൊ നിങ്ങൾക്ക് കാണാം തീരെ ഉയരം കുറവാണ് അല്ലെ. ഉയരം കുറഞ്ഞു 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 വന്ന് കലിയുഗ അന്ത്യമാകുമ്പോഴത്തേനും അത് മണ്ണ്, അതായത് ഭൂമിയോട് സ്പർശിക്കുന്ന സമയമാകുമ്പോൾ എന്താണ് പ്രളയം. അപ്പം മഹാപ്രളയം വന്നിട്ട് അനീഹിലേഷൻ വന്നിട്ട് അവസാനമാകുന്ന ഒരു സമയമാണ് ഗോവർദ്ധനം എപ്പോൾ നിലം പരിശുന്ന ആ സമയം. അപ്പൊ ആ ഗോവർദ്ധന പർവ്വതം എങ്ങനെ അവിടെ വന്നു എന്ന് നമ്മള് പുരാണത്തിൽ കാണുന്ന കാര്യം നമ്മള് നമ്മള് കൃഷ്ണാവബോധത്തിൽ നമ്മൾ പറയുമ്പോൾ രാധാറാണിക്ക് ഒരു ശാപം ഇങ്ങോട്ട് കിട്ടി ശ്രീധാമിന്റെ. നമുക്ക് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ഭഗവാനും രാധാറാണിയും തമ്മിലുള്ള ആ ഒരു പല ലീലകളും ഈ ശ്രീധാമിന് സുഖിക്കാതെ വന്നു. അങ്ങനെ ശ്രീധാമന് പെട്ടെന്ന്, ശ്രീധാമന് ഭഗവാന്റെ ഇച്ഛ അനുസരിച്ച് ഭഗവാന്റെ പാർഷദനാണ്. അങ്ങനെ ശ്രീധാം ഈ പറയുന്ന രാധാറാണിയെ ശപിക്കുന്നു, നീ എന്താണ് ഭഗവാനുമായിട്ട് 100 വർഷം പിരിഞ്ഞ് താമസിക്കാൻ ഇടയാകട്ടെ എന്ന്. അപ്പം തിരിച്ചൊരു ശാപവും ശ്രീധാമന് കിട്ടി. അത് ഭഗവാനാണ് കൊടുക്കുന്നത്, അത് രാധാറാണിയുടെ ആങ്ങളയായിട്ട് നിനക്ക് ജനിക്കാൻ ഇടയാകട്ടെ എന്ന്. അപ്പം ഭഗവാന്റെ ലീലയാണ്, അത് ഭഗവാന്റെ ഇച്ഛ കൊണ്ടാണ് അത് സംഭവിച്ചത്. എങ്കിൽ കൂടിയും ആ സമയത്ത് രാധാറാണി പോകാനായിട്ട് വിസമ്മതിച്ചപ്പോൾ ഭഗവാനോട് ഒരു 3-4 കണ്ടീഷൻ വെക്കുന്നുണ്ട്. എന്തൊക്കെയായിരുന്നു ആ കണ്ടീഷൻ? ആർക്കാ പറയാൻ പറ്റുന്ന? ഞാൻ പോകാം, ഭൂമിയിലേക്ക് ഞാൻ പോകാം, പക്ഷെ എനിക്കൊരു 3-4 കണ്ടീഷൻ ഉണ്ട്. എന്താണ്? അവിടെ ഗോവർദ്ധനം ഉണ്ടാവണം, യമുന ഉണ്ടാവണം, ഭഗവാനെ ആദ്യം കണ്ണു തുറക്കുമ്പോ കാണണം. ശരി. പിന്നെ യമുനാനദി വേണം, വൃന്ദാവനം ഉണ്ടാവണം, വൃന്ദാവനം ഉണ്ടാകണം, വേണം, വൃന്ദാദേവി അവിടെ ഗോവർദ്ധനം ഉണ്ടായിരിക്കണം. വൃന്ദാദേവി, അതുകൊണ്ടല്ല വൃന്ദാവനമായത് അല്ലെ. ഗോവർദ്ധനം വൃന്ദാദേവി അവിടെ ഉണ്ടായിരിക്കണം. ഗോവർദ്ധനം ഉണ്ടായിരിക്കും. ഗോവർദ്ധനം അപ്പം ഇതെല്ലാം കൂടെ നോക്കി കഴിഞ്ഞപ്പോ ഭഗവാൻ എന്ത് ചെയ്തു? ഭഗവാൻ അവിടുന്ന് ഗോലോക വൃന്ദാവനത്തെ ഒരു ഭാഗം അങ്ങ് അടർത്തിക്കൊണ്ട് വന്നിട്ടാണ് ഈ ഭൂലോക വൃന്ദാവനം ഭഗവാൻ സൃഷ്ടിച്ചത്. അപ്പം തീർച്ചയായിട്ടും ആ വൃന്ദാവനത്തിലൊക്കെ ഈ കാർത്തിക മാസത്തിൽ പരിക്രമം നടക്കുന്നവർക്കൊക്കെ തന്നെ ആ ഗോലോക വൃന്ദാവനത്തിന്റെ ആ ഒരു പവിത്രതയും ആ ഒരു അനുഭൂതിയും എല്ലാം തന്നെ കിട്ടുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ ആ യമുനാ നദി, വൃന്ദാദേവി, ഗോവർദ്ധനം, ഇങ്ങനെയുള്ള അത് കണ്ണു തുറക്കുമ്പോൾ ആദ്യം തന്നെ ഞാൻ നിന്റെ രൂപമായിരിക്കണം കാണേണ്ടത്, അല്ലെ ഞാൻ കണ്ണു തുറക്കുകയില്ല ഒരിക്കലും. അങ്ങനെ പറഞ്ഞിട്ടാണ് രാധാറാണി ഇങ്ങ് പോകുന്നത്. അങ്ങനെ 100 വർഷത്തോളം ഇവര് വിരഹത്തിൽ കഴിഞ്ഞു. കാര്യം ഇവര് തമ്മിൽ നമ്മളിങ്ങനെ പറയുമ്പോൾ വിരഹമേ നമ്മളുടെ ഭൗതികമായ കണ്ണുകൾ കൊണ്ടേ വിരഹം അറിയുള്ളൂ. അവര് തമ്മിൽ ഒരിക്കലും പിരിഞ്ഞിരുന്നില്ല. കാര്യം അവർ രണ്ടുപേരും ഒന്ന് തന്നെയാണ് അല്ലെ. കൃഷ്ണൻ തന്നെയാണ് രാധ, രാധ തന്നെയാണ് കൃഷ്ണൻ. ഒരു വ്യത്യാസവുമില്ല. കാര്യം നമ്മള് ഈ അടുത്ത നാളെ ഞാനൊരു ഇത് ഇട്ടപ്പോഴത്തേക്കാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, ഭഗവാൻ ഒരു സ്ത്രീ രൂപമായി, സ്ത്രീ വേഷം കെട്ടിയ ഒരു കഥ നിങ്ങൾക്ക് അറിയാമല്ലോ. ആരാണ് സ്ത്രീ വേഷമായിട്ട് ഭഗവാൻ വന്നത്? ആരുടെ രൂപത്തിലാണ്? ഏത് ലീലയിലാണത് ആ ഭഗവാൻ സ്ത്രീ വേഷം കെട്ടാനിട്ട്? മോഹിനി. അപ്പൊ ഭഗവാൻ മോഹിനിയുടെ വേഷം കെട്ട് കഴിഞ്ഞപ്പോൾ ദേവാദിദേവന്മാരെല്ലാവരും തന്നെ, മഹാദേവനടക്കം എന്താണ് ആ മോഹിനിയിൽ അങ്ങ് മോഹിച്ചു പോയി, ആകൃഷ്ടനായി പോയി അല്ലെ. ഭഗവാൻ ഒഴിച്ച് ബാക്കിയുള്ള സമസ്ത ദേവതകളും ആ മോഹിനിയെ മോഹിച്ചു. പക്ഷെ ഒരാള് മാത്രം, ഭഗവാൻ ഒഴിച്ചിട്ട് വേറൊരാളും കൂടെ കൂടി ആ മോഹിനിയെ മോഹിക്കാതെ ഇരുന്നു. പക്ഷെ ആ ഹൃദയത്തിൽ പ്രാർത്ഥിച്ചു, ഇതുപോലെ ബാക്കിയുള്ളവരെല്ലാരും സ്വന്തമായിട്ട് ഭാര്യയായിട്ട് കൂട്ടാനും അല്ലെങ്കിൽ കാമിനിയായിട്ട് കൂട്ടാനുമായിട്ടാണ് മോഹിച്ചത്. പക്ഷെ ഒരേ ഒരു വ്യക്തി മാത്രം എന്താണ്, എനിക്ക് ഇവൾ മകളായിട്ട് വന്നിരുന്നെങ്കിൽ എന്ന് ഹൃദയം കൊണ്ട് ആഗ്രഹിച്ചു, സ്മരിച്ചു. അപ്പോൾ ഉടനെ മോഹിനി തിരിഞ്ഞു നിന്ന് ആ വ്യക്തിയോട് പറഞ്ഞു, ഞാൻ ഇനി കലിയുഗത്തിലെ ദ്വാപര യുഗത്തിൽ ഞാൻ നിന്റെ മകളായിട്ട് വന്ന് പിറക്കുന്നതായിരിക്കും എന്ന് വാക്ക് കൊടുത്തു. ആ വ്യക്തി ആരായിരിക്കാം? യുധിഷ്ഠിര മഹാരാജാവാണ് പ്രഭു. ആദിത്യനാണ്. ഈ സൂര്യഭഗവാനാണ്, അല്ലെങ്കിൽ മിത്രൻ, വരുണൻ, ഭാനു എന്നൊക്കെ പറയുന്ന ആദിത്യ ഭഗവാനാണ്. ആദിത്യന്മാർ, അതിഥിയുടെ മക്കള് ആദിത്യന്മാരെന്നാണ് പറയുന്നത്. അപ്പം സൂര്യദേവൻ തൊട്ടാണ് തുടങ്ങുന്നത്. അപ്പം
ഈ സൂര്യദേവൻ എന്ത് ചെയ്തു? മോഹിനിയെ മോഹിച്ചെന്താണ് ഒരു മകളായിട്ട് വരാനാണ്. അങ്ങനെ അതേ സൂര്യദേവൻ മകളായി. ആരായിട്ട് വന്നു പിറന്നു? അദ്ദേഹത്തിന് ഭാനു എന്നുള്ളൊരു പേരുണ്ട്. ഇവിടെ വൃഷഭാനുവായിട്ട് പിറന്നു. അദ്ദേഹം വൃന്ദാവനത്തില് വൃഷഭാനുവായിട്ട് പിറന്നു. അങ്ങനെ വൃഷഭാനുവിന്റെ പുത്രിയായിട്ടാണ് രാധാറാണി വന്നു പിറന്നത്. കണ്ടില്ലേ? അപ്പൊ ഇവിടെ ഈ രാധാറാണി ആരെ മോഹിപ്പിച്ചു? മദന മോഹന മോഹിനി. മോഹനം. ഭഗവാൻ തന്നെ ഭഗവാന്റെ പ്രതിബിംബത്തെ കണ്ട് മോഹിച്ചു. മദന മോഹിനി മോഹന മോഹിനി. ഹൂ ഈസ് ദ കൺട്രോളർ ഓഫ് ദ സുപ്രീം കൺട്രോളർ ഓഫ് ഗോഡ് ഹെഡ്? ഹൂ ഈസ് ദ കൺട്രോളർ ഓഫ് ദ സുപ്രീം കൺട്രോളർ ഓഫ് ഗോഡ് ഹെഡ്? ആർക്കാ പറയാൻ പറ്റുന്നത്? രാധാറാണി. 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 ആരാണ് മദന മോഹനനെ മോഹിപ്പിച്ചത്? അതായത് ഭഗവാൻ തന്നെ ഭഗവാന്റെ പ്രതിബിംബം കണ്ട് മോഹിച്ചു പോയ അവസ്ഥയാണ് ഇവിടെ വന്നിരിക്കുന്നത്, അല്ലെ? രാധാറാണിയെ കണ്ടു കഴിഞ്ഞപ്പോൾ ഭഗവാൻ അങ്ങ് ഭയങ്കരമായിട്ട് മോഹിച്ചു പോയി. സ്വന്തം പ്രതിബിംബമാണ് നിൽക്കുന്നത്, അല്ലെ? എന്നിട്ട് ഭഗവാൻ മോഹിച്ചു. അതാണ് മദന മോഹന മോഹിനി ആയിട്ട് നമ്മൾ പറയുന്നത്, ആ രാധാറാണി. അപ്പൊ ആ രാധാറാണി ആദിത്യൻ വൃഷഭാനുമായിട്ട്, സൂര്യദേവൻ വൃഷഭാനുമായിട്ട് പിറന്നു. അങ്ങനെ വൃഷഭാനുവിന്റെ മകളായിട്ട് രാധാറാണി വന്നു. അങ്ങനെ രാധാറാണി ആഗ്രഹിച്ച പോലെ അവിടെ യമുനാ നദിയുണ്ട്, വൃന്ദാദേവിയുണ്ട്, അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഗോവർദ്ധനമുണ്ട്. എല്ലാം അവിടെ ഭഗവാൻ എല്ലാം സജ്ജമാക്കി വെച്ചിരുന്നു. അങ്ങനെ കണ്ണ് തുറന്നപ്പോൾ ആദ്യം തന്നെ ഭഗവാന്റെ ആ ശ്യാമസുന്ദര രൂപം കണ്ടിട്ടാണ് രാധാറാണി കണ്ണ് തുറന്നത്. അങ്ങനെ ഈ ഗോവർദ്ധനം അവിടെ അങ്ങനെ വിരാജിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഈ ഗോവർദ്ധനം എങ്ങനെ നമ്മൾ ഇപ്പോൾ കാണുന്ന എന്താ പറയുന്നത്, ഈ ഗോവർദ്ധന പൂജയുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടു എന്ന് നമ്മൾ എല്ലാ പ്രാവശ്യവും പറയുന്നതാണ്. പക്ഷെ നമ്മള് ഭഗവാന്റെ കഥകൾ എത്ര പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാലും അത് നമുക്ക് അതൊരു വിരക്തിയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ബോറിങ്ങോ അങ്ങനത്തെ ഒന്നും വരാത്തത് കൊണ്ടും ഓരോ പ്രാവശ്യവും ലീലകൾ പറയും തോറും അത് വളരെയധികം നമ്മളിൽ എന്താണ് നമ്മളുടെ ആ ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള പാവങ്ങളൊക്കെ ഇങ്ങനെ അടിഞ്ഞുകൂടിയിരിക്കുന്ന പാവങ്ങളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടോ ലീലകൾ കേൾക്കുന്നത് വളരെയധികം ഓസ്പീഷ്യസ് ആണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. അതേപോലെ തന്നെ ആ ലീലയിൽ നിങ്ങൾ എല്ലാവരും പങ്കെടുക്കുക, ഗോവർദ്ധന ലീലയിൽ. അപ്പൊ നമുക്ക് ഗോവർദ്ധന ലീല നടന്ന സ്ഥലത്തേക്ക് പോകാം. ഈ ഗോവർദ്ധന ലീല നടന്നത് വൃന്ദാവനത്തിൽ വെച്ചിട്ട് ഭഗവാൻ 7 വയസ്സ് ആ സമയത്ത് 7 വയസ്സൊക്കെ ആയപ്പോഴത്തേനും ഭഗവാൻ ഇങ്ങനെ ഇടയ്ക്കൊക്കെ നന്ദഗോപരോടും യശോദാമായോടൊക്കെ ഓരോ തത്വമൊക്കെ പറയും. ഇപ്പൊ ഇവൻ എങ്ങനെ ഈ തത്വമൊക്കെ പറയുന്നു, ഇവൻ എങ്ങനെ കാര്യം അവരെ എപ്പോഴും യോഗമായ മറച്ചു വെച്ചിരിക്കുകയാണ്. ഇത് ഭഗവാനാണെന്നുള്ള കാര്യം, അല്ലെ? ഭഗവാൻ എന്താണ് ഭഗവാന്റെ ലീലകൾ ആടാൻ വേണ്ടിയിട്ട് യോഗമായയെ കൊണ്ട് എപ്പോഴും ഒരു മൂടുപടം ഇട്ട് മറപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ഈ നന്ദഗോപര് അവരുടെ എന്താണ് തൊഴില് കൃഷി, വാണിജ്യം, ഗോരക്ഷ, ഇതൊക്കെയാണ് യാദവരുടെ തൊഴിലുകൾ. അപ്പൊ അവര് എന്താണ് വൈശ്യരാണ്. അപ്പൊ ഈ വൈശ്യര് അവര് ചെയ്യുന്നതാണ്, കംസന് കപ്പം കൊടുക്കാനുണ്ട്, അവർക്ക് നികുതി കൊടുക്കാനുണ്ട്, വർഷാവർഷം നല്ലൊരു തുക. അപ്പൊ തുക കൊടുക്കാനില്ലാത്തപ്പോ എന്താണ് ഒരുപാട് വെണ്ണ നെയ്യെല്ലാം ചുവന്ന് കെട്ടി പിന്നെ ഇത്ര പൊൻപണം അങ്ങനെയൊക്കെ പല സംഭവങ്ങളും കൊടുക്കണം. അപ്പൊ അതുപോലെ തന്നെ വേറൊരാൾക്കും ഇതുപോലെ കപ്പം കൊടുക്കാറുണ്ട്. എന്തായിരുന്നു ആ കപ്പം കൊടുത്തോണ്ടിരുന്നത്? ഇന്ദ്രദേവന്. അപ്പം ഇവർക്ക് ഈ മഴ കിട്ടുക എന്ന് പറഞ്ഞൊരു വലിയ, ചില സമയത്തൊക്കെ മഴയില്ലാതെ ഈ നോർത്തിൽ പല സ്ഥലങ്ങളിൽ മഴയില്ലാതൊക്കെ ആയി വരും. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേനും അവിടെയുള്ളവരെല്ലാം ഈ പശു ആണ് ഉപജീവന മാർഗം, അല്ലെ? അപ്പൊ പശുവിനുള്ള പുല്ല് കിട്ടത്തില്ല, പുല്ലെല്ലാം അങ്ങ് കരിഞ്ഞു പോകും. കാര്യം ലക്ഷക്കണക്കിന് പശുക്കളാണ് നന്ദഗോപർക്കുള്ളത്, അല്ലെ? ഇത്രയും പശുക്കൾക്ക് പുല്ല് കിട്ടണമെങ്കിൽ മഴ മതിയായ വണ്ണം കിട്ടിയില്ലെങ്കിൽ ഇവർ ഒറ്റ നിറങ്ങ് കഴിഞ്ഞ് അവിടത്തെ പുല്ലെല്ലാം അങ്ങ് തീരും. പിന്നെ ഇവർക്ക് പട്ടിണിയാവും. പിന്നെ പാല് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ പോലെയുള്ള ഈ ഹോർമോൺ ഒന്നും കുത്തിവെച്ചിട്ട് പാല് കിട്ടുന്ന സംഭവമല്ലല്ലോ, അന്നത്തെ നാടൻ പശുക്കളാണല്ലോ. അപ്പൊ അങ്ങനെ ഈ ഇവരെല്ലാവരും കൂടി ഇതിനുള്ള സംഭാവനകൾ നന്ദഗോപരുടെ ആജ്ഞപ്രകാരം, ഒരു നാട്ടുരാജാവാണ് നന്ദഗോപര്. ഈ ഇന്ദ്രദേവന് എന്താണ് ഈ അഗ്നിയുടെ ഹോമം അല്ലെങ്കിൽ യജ്ഞം, യാഗം നടത്താൻ വേണ്ടിയിട്ട് ഉള്ള സംഭാരങ്ങളൊക്കെ സംഭരിച്ചു ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കുകയാണ്. അപ്പം ഒരുപാട് കുടം നെയ്യ്, അതുപോലെ തന്നെ 1000 കുടം തീർത്ഥങ്ങൾ എന്താണ് പല സ്ഥലങ്ങളിൽ നിന്ന് തീർത്ഥങ്ങളിൽ നിന്ന് അത് എത്ര ദിവസം എടുത്ത് ഓരോരുത്തരും നടന്നു വന്ന് കളക്ട് ചെയ്യുന്നതാണ്, അല്ലെ? ആ തീർത്ഥങ്ങളിൽ നിന്നുള്ള
തീർത്ഥങ്ങളെല്ലാം സംഭരിച്ചു. അതിനു വേണ്ടിയിട്ടുള്ള ആചാര്യന്മാരെല്ലാം കണ്ടെത്തി, ഓദിക്കന്മാരെയും അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ കണ്ടെത്തി. അതുപോലെ തന്നെ അതിനു വേണ്ടിയിട്ടുള്ള മണ്ഡപങ്ങളൊക്കെ ഒരുക്കി. ആചാര്യന്മാരെല്ലാം വന്നു തുടങ്ങി, ബ്രാഹ്മണരെല്ലാം വന്നു തുടങ്ങി. ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഭഗവാൻ ചെന്ന് ചോദിച്ചു നന്ദഗോപുരയുടെ അച്ഛൻ എന്താണ് ഈ ചെയ്യുന്നത്? അപ്പൊ പറഞ്ഞു ഗോവർദ്ധന ഇന്ദ്രദേവനെ എന്താണ് ഇപ്പൊ മഴ കിട്ടിയിട്ട് കുറെ നാളായി, നമ്മൾ ഗോക്കളൊക്കെ കുറച്ചുകൂടെ കഴിയുമ്പോൾ തന്നെ പട്ടിണിയായി പോകും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇദ്ദേഹത്തെ ഇന്ദ്രദേവനെ സ്തുതിച്ചില്ലെങ്കിൽ, അദ്ദേഹം കനിഞ്ഞില്ലെങ്കിൽ നമുക്ക് മഴ കിട്ടാതായി പോകും. അപ്പൊ അത് നമുക്കെല്ലാം അപകടമായിരിക്കും. അതുകൊണ്ട് എത്രയും വേഗം തന്നെ ഈ പൂജ നടത്താതെ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ ചോദിച്ചു, അങ്ങനെ ഇന്ദ്രദേവൻ ഈ പൂജ നടത്തിയാൽ മാത്രമേ മഴ കിട്ടുള്ളൂ? അതെന്തുകൊണ്ട് അങ്ങനെ? ഈ ഉപദേവന്മാരെ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. സാക്ഷാൽ നാരായണനാണ് ഇതെല്ലാം നമുക്ക് തരുന്നത്. നാരായണന്റെ സേവകര് മാത്രമാണ് അവര്. നമ്മൾ അവർക്ക് പൂജ ചെയ്താലും ഇല്ലേലും അവര് ചെയ്യേണ്ട ഉത്തരവാദിത്തമാണിത് ചെയ്യേണ്ടത്, അല്ലേ? നമ്മളിപ്പം ഒരു വിദ്യാഭ്യാസ മന്ത്രി അല്ലെങ്കിൽ ഒരു ധനകാര്യമന്ത്രി അല്ലെങ്കിൽ വ്യവസായ മന്ത്രി, ഇവർക്കെല്ലാം നമ്മൾ കൈക്കൂലി കൊടുക്കുന്നുണ്ടോ? നമുക്ക് എന്തെങ്കിലും കാര്യം സാധിക്കണമെങ്കിൽ അവരുടെ ഡ്യൂട്ടിയാണ് അതല്ലേ? അവർ ആ ഒരു സ്ഥലങ്ങളിൽ ഇരിക്കുമ്പോൾ അവർ അവരോട് ജോലി ചെയ്യണം എന്ന് പറഞ്ഞ പോലെ ഇന്ദ്രദേവന് നമ്മൾ ഉപചാരങ്ങൾ അർപ്പിച്ചാലും കൊള്ളാം ഇല്ലെങ്കിലും കൊള്ളാം. ഇന്ദ്രദേവന്റെ ഡ്യൂട്ടി എന്താണ്? മഴ കൃത്യമായ സമയങ്ങളിൽ പെയ്യിക്കുക എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ആവശ്യമില്ല അച്ഛ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഞാൻ കോപിച്ചാലോ? കോപം ഉണ്ടായിക്കോട്ടെ, നമുക്ക് സാരമില്ല. നമുക്ക് ആരാണ് ഈ മഴയൊക്കെ തരുന്നത്? ഗോവർദ്ധന പർവ്വതമാണ്. അപ്പൊ ഭഗവാൻ ഒരു മാമൂല് അവിടെ നശിപ്പിക്കുകയാണ് ചെയ്തത്, അല്ലെ? പണ്ട് കാലം മുതൽ നടന്നുകൊണ്ടിരുന്ന ഒരു അന്ധവിശ്വാസത്തെ ഭഗവാൻ അവിടെ ഇല്ലാതാക്കുകയായിരുന്നു ചെയ്തത്. ഇന്ദ്രദേവനാണ് ഇത് തരുന്നത്, അല്ലെങ്കിൽ ഉപദേവന്മാരെ പൂജിച്ചാൽ മാത്രമേ ഉള്ളൂ നമുക്കിങ്ങനെ കിട്ടുകയുള്ളൂ എന്നുള്ള ആ ഒരു കാര്യത്തെ ഭഗവാൻ അവിടെ കൊണ്ട് ഖണ്ഡിക്കുകയാണ്. പല വിധത്തിലുള്ള ദുരാചാരങ്ങളും നിലനിന്നിരുന്നു. അപ്പൊ ഭഗവാൻ ഒന്നൊന്നായിട്ട് അതിനെ വിരാമമിടാൻ തുടക്കം കുറിച്ചത് അദ്ദേഹത്തിന്റെ 7ാമത്തെ വയസ്സിൽ തൊട്ടാണ്. അപ്പൊ അങ്ങനെ ഭഗവാൻ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ നന്ദഗോപർക്ക് വളരെ കാര്യമായിട്ട് തോന്നി. ഈ കൊച്ചുകുട്ടിയാണെങ്കിലും പറഞ്ഞിരിക്കുന്നതിലൊക്കെ കാര്യമുണ്ട്. അപ്പൊ ഗോവർദ്ധന പർവ്വതത്തിന് നമുക്ക് ഈ പറയുന്ന സംഭാരങ്ങളെല്ലാം കൊണ്ടിട്ട് വലിയൊരു പൂജ അങ്ങ് നടത്തിക്കളയാം എന്ന് പറഞ്ഞു. അപ്പൊ ഈ ബ്രാഹ്മണരൊക്കെ എതിർത്തു. ബ്രാഹ്മണര് പറഞ്ഞു, ഞങ്ങളെല്ലാം വിളിച്ചു വരുത്തിയത് അപമാനിക്കുകയാണോ? ഈ കുട്ടി എന്തെങ്കിലും പറയുന്നത് കേട്ടോണ്ട് താങ്കൾ അങ്ങനെ ചെയ്യരുത്. കാര്യം ഇന്ദ്രദേവന്റെ കോപത്തെ തടുക്കാൻ നമുക്ക് ആർക്കും പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഈ ബാലന്മാരെന്തെങ്കിലും പറഞ്ഞ് അത് കേട്ട് പോന്നു കഴിഞ്ഞാൽ പിന്നീടുണ്ടാകുന്ന ഇതിനൊന്നും ഞങ്ങൾ ഉത്തരവാദിത്തമല്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നന്ദഗോപർക്ക് 50-50 ആയി. അങ്ങോട്ട് ചായുവോ ഇങ്ങോട്ട് ചായുവോ എന്നൊക്കെയുള്ള ആ ഒരു അവസ്ഥയിൽ പോയി. അപ്പൊ അങ്ങനെ വന്നപ്പോൾ എന്ത് ചെയ്തു? ഭഗവാൻ അതിന് നേതൃത്വം കൊടുത്ത് ഈ സംഭവങ്ങളെല്ലാം അങ്ങോട്ടേക്ക് കാളവണ്ടിയിലൊക്കെ കയറ്റി ഗോവർദ്ധന പർവ്വതത്തിന്റെ താഴ്വരയിൽ വന്നു. അങ്ങനെ എല്ലാവരും കൂടെ ഗോവർദ്ധന പർവ്വതത്തിന് ഉപചാരങ്ങൾ അർപ്പിക്കാൻ തുടങ്ങിയ സമയത്ത് ഇന്ദ്രദേവന് കോപമുണ്ടായി. ഇന്ദ്രദേവൻ ചെറിയ കാര്യങ്ങളൊന്നും അല്ല ചെയ്തത്, വളരെ ചെറിയ കാര്യങ്ങളല്ല ചെയ്തത്. ഇന്ദ്രദേവൻ ചെയ്തത് വളരെ വലിയ ഒരു അത്യാഹിതമാണ് ചെയ്തത്. എന്താണ്? അദ്ദേഹം ഈ മഹാപ്രളയം ഉണ്ടാകുന്ന സമയത്ത് മാത്രം വരുന്ന മേഘങ്ങളെ വിളിച്ചു വരുത്തി. ആ മേഘങ്ങളുടെ പേരെന്താണ്? ആർക്കെങ്കിലും അറിയാവോ? ഹരിബോൾ, മാതാജിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ ആ മേഘങ്ങളുടെ പേര് സംവർത്തക മേഘങ്ങൾ എന്നാണ്. അപ്പൊ മഹാപ്രളയം ഉണ്ടാകുന്ന സമയത്താണ് ഈ മേഘങ്ങള് വരുന്നത്. അപ്പൊ ആ മേഘങ്ങളെ സ്പെഷ്യലി വിളിച്ചു വരുത്തി ഈ കാലിചക്കനിട്ട് ഒരു പണി കൊടുത്തിട്ടേ ഉള്ളൂ. അപ്പൊ പരമദിവ്യോത്തമ പുരുഷനാണ്, തനിക്ക് ഈ ഉപകാരങ്ങളൊക്കെ ഒരുപാട് ചെയ്തു തന്നിട്ടുള്ള വ്യക്തിയാണ് എന്നുള്ളതൊക്കെ അദ്ദേഹം അങ്ങ് വിസ്മരിച്ചു. അതായത് ദേവന്മാരുടെ അവസ്ഥ ഏതാണെങ്കിൽ നമ്മളുടെ അവസ്ഥ എന്ന് പറയണോ? എന്തൊക്കെയാണ് ഭഗവാൻ ഈ പറയുന്ന ഇന്ദ്രദേവന് ചെയ്തു കൊടുത്ത സഹായങ്ങള്? എത്ര പ്രാവശ്യം അദ്ദേഹത്തിന്റെ സിംഹാസനം അസുരന്മാര് വന്ന് നിഷ്കാസനം, അവസാനം ബലി മഹാരാജാവിന് വാമന ദേവനായിട്ട് വന്ന് അദ്ദേഹം ബലി മഹാരാജാവിനെ നിഷ്കാസനം ചെയ്തു അവിടുന്ന്. അങ്ങനെ എത്രയെത്ര സന്ദർഭങ്ങള്, ഹിരണ്യാക്ഷൻ, ഹിരണ്യകശിപു, അങ്ങനെ ഏതെല്ലാം അവതാരങ്ങൾ ഭഗവാൻ എടുത്തു ഇന്ദ്രദേവന് വേണ്ടിയിട്ട്. ആ ഇന്ദ്രദേവൻ അതുപോലെ അവസാനം എന്താണ്, നമ്മൾ വേറൊരെണ്ണം കണ്ട നരകാസുരനെ വധിക്കാനായിട്ട് ഭഗവാനും സത്യഭാമാദേവിയും കൂടെ പോയി നരകാസുരനെ സ്വന്തം മകനെ വധിച്ചിട്ട് ഇന്ദ്രദേവന് വേണ്ടിയിട്ടാണ് അതും ചെയ്തത്.
അങ്ങനെ ആ ഒരു കുമാരിമാരെയൊക്കെ മോചിപ്പിച്ച കാര്യം നമുക്കറിയാം. രാജകുമാരിമാരെയൊക്കെ ഭഗവാൻ പത്നിയാക്കിയത് കാര്യം നമുക്കറിയാം. അങ്ങനെ അവിടെ നിന്ന് അത് കഴിഞ്ഞപ്പോൾ സത്യഭാമയ്ക്ക് പാരിജാതം വേണമെന്ന് തോന്നി, ഒരു പുഷ്പം. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഇന്ദ്രദേവന് ഒരു പുഷ്പം കൊടുക്കാനായിട്ട് തയ്യാറല്ല. ഇത്രയും ചെയ്ത ഭഗവാന് പാരിജാതത്തിന് ഒരു പുഷ്പം ചോദിച്ചപ്പോൾ അത് കൊടുക്കാൻ ഇന്ദ്രദേവൻ. ഇത് നമ്മളുടെ ഓരോരുത്തരുടെയും മനസ്സാണ് ഇന്ദ്രദേവൻ. ഇന്ദ്രദേവൻ നമ്മളുടെ ഓരോരുത്തരെയും മനസ്സിനെ പ്രതിനിധാനം ചെയ്യുന്നു, അല്ലേ? നമ്മൾ എത്രയൊക്കെ ഭഗവാൻ ഈ സൗഭാഗ്യങ്ങൾ നമുക്ക് തന്നു കഴിഞ്ഞാലും നമ്മൾക്കൊരു പുഷ്പം പോലും കൊടുക്കാനായിട്ട് നമുക്ക് മടിയാണ്, അല്ലെ? കാര്യം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഭഗവാൻ ഔട്ടല്ലേ? പാലം കടക്കോളും നാരായണ, പാലം കടന്നാൽ കൂരായണ. ഏത് സമയത്തും ഭഗവാന്റെ സൗഭാഗ്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. നമുക്ക് എന്തെങ്കിലും ചെറിയ വിഷമം വരുമ്പോൾ ചീത്ത പറയാനായിട്ട് ഭഗവാനും, നല്ലത് വന്നു കഴിഞ്ഞാൽ താങ്ക് യു ഭഗവാനെ എന്ന് പോലും പറയാനായിട്ട് നമ്മൾ മറക്കുന്നു. എന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്, നിങ്ങളുടെ കാര്യമല്ല. അപ്പൊ അങ്ങനെ ഉള്ള ആ നമ്മളുടെ മനസ്സിന്റെ പ്രതീകമാണ് ഇവിടെ ഇന്ദ്രദേവൻ. ആ ഇന്ദ്രദേവൻ എന്ത് ചെയ്തു? ഇതെല്ലാം മറന്നിട്ട് സമ്മർദ്ദക മേഘങ്ങളെ വിളിച്ചു വരുത്തി അതിഘോരമായ മഴ വന്നു കഴിയുമ്പോ വ്രജം മുഴുവനും എന്താണ്, വെള്ളം പോകുന്ന അവസ്ഥയെത്തി. ഭഗവാൻ അപ്പോഴത്തേനും എല്ലാ സ്ഥലത്തും ആളെ വിട്ടു. അവിടെ നിന്നല്ല എല്ലാവരും ഗോവർദ്ധന പർവ്വതത്തിന്റെ അടുത്തേക്ക് വരൂ, അവരുടെ ഗോക്കളെയും കൊണ്ട് വരൂ എന്ന് പറഞ്ഞ് എല്ലാ സ്ഥലത്തും ആളെ വിട്ടു, ഗോപന്മാരെ വിട്ടു. അങ്ങനെ ഗോപന്മാരെ എല്ലായിടത്തും അറിയിച്ച് അവിടെയുള്ള ഗ്രാമവാസികൾ മുഴുവനും ആ വ്രജയിലുള്ള എല്ലാവരും ഗോവർദ്ധന പർവ്വതത്തിന്റെ സമീപത്ത് അണിനിരന്നു കഴിഞ്ഞ സമയത്ത് ഭഗവാൻ എന്ത് ചെയ്തു? ഒരു ചെറിയ ഒരു പപ്പടം നമ്മൾ എടുത്തുയർത്തുന്ന ലാഘവത്തോടു കൂടി, അല്ലെങ്കിൽ ചെറിയൊരു കൊട ഇങ്ങനെ നോർക്കുന്ന ലാഘവത്തോടുകൂടി ഭഗവാൻ ആ ഒരു ഇടത് കൈയുടെ ചെറു വിരലുകൊണ്ട് ഭഗവാൻ ആ ഗോവർദ്ധനം എടുത്തുയർത്തി ആ ലീല ഭഗവാൻ എന്ത് ചെയ്തു? യോഗമായ വന്നിട്ട് ഭഗവാനാണെന്ന് മറയ്ക്കാൻ വേണ്ടിയിട്ട് യോഗമായ അങ്ങനെ മറ പിടിച്ചിട്ടുണ്ടായിരുന്നു. കാര്യം ഇവരൊക്കെ ഭഗവാനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇവര് എല്ലാവരും ആ കാര്യങ്ങളൊക്കെ മറക്കും, ഈ ലീലകളൊന്നും നടക്കാനായിട്ട് പറ്റില്ല. അപ്പൊ അങ്ങനെ എന്ത് ചെയ്തു? ഈ ഗോപന്മാരൊക്കെ വിചാരിച്ചു ഈ ഭഗവാൻ ഒരു സപ്പോർട്ട് ചെയ്തേക്കാം. അപ്പൊ അവരെന്ത് ചെയ്തു? അവിടെ നിന്ന് കാലികളെ മേയ്ക്കുന്ന കമ്പും കോലും ഒക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് അവര് ഭഗവാനെ സപ്പോർട്ട് ചെയ്തിങ്ങനെ പിടിച്ചു. അപ്പൊ ഈ സമയത്ത് ബലരാമൻ എന്ത് ചെയ്തു? ഇങ്ങനെ ഭഗവാനെ നോക്കി ചിരിച്ച് കണ്ണിറുക്കി കാണിച്ചു. കാര്യം ഇവരൊക്കെ വിചാരിച്ചെന്താണ്, ഈ കാലികളൊക്കെ മേയ്ക്കുന്ന ആ കമ്പ് വെച്ചിട്ട് അവരുടെ ആ ഒരു കഴിവുകൊണ്ടാണ്. അപ്പൊ ഭഗവാൻ അവർക്ക് വിട്ടുകൊടുത്തിരിക്കുക, ഭഗവാന്റെ ഭക്തന്മാരാണ് അവര്. അപ്പം ഞങ്ങളൊക്കെ കണ്ട് ഈ പിടിച്ചത് കൊണ്ടാണ് ഈ ഗോവർദ്ധനം അപ്പൊ ഇതിനിടയ്ക്ക് ഭഗവാൻ എന്ത് ചെയ്തു? ചെറുതായിട്ട് ഈ ഭഗവാൻ വസ്ത്രം മേൽവസ്ത്രം ഇട്ടിട്ടില്ലല്ലോ. അപ്പൊ ഈ ഗോപികമാരൊക്കെ ഭഗവാന്റെ ശരീരത്തോട് ഇങ്ങനെ സൂക്ഷിച്ച് നോക്കാൻ പറ്റും. ആ ശ്യാമസുന്ദര രൂപം ഇങ്ങനെ ആ സൗന്ദര്യം ആസ്വദിച്ച് ഇങ്ങനെ നോക്കി ഭഗവാൻ ഒന്ന് ചൂളിപ്പോയ സമയത്ത് എന്ത് ചെയ്തു? ഇങ്ങനെ ഒന്ന് കുലുങ്ങിയപ്പോ ഈ ഗോവർദ്ധനം ഒന്ന് അനങ്ങിയപ്പോ ഇത് താഴോട്ട് പോയ എല്ലാവരും അപ്പോഴത്തേനും അവരെല്ലാരും എന്ത് ചെയ്തു? ഈ കമ്പും കോലും ഒക്കെ ഉയർത്തി അവര് ചുറ്റും നിന്നു. അപ്പൊ അങ്ങനെ ഗോവർദ്ധനം മറഞ്ഞു പോയില്ല. മനസ്സിലല്ല, അവരുടെയൊക്കെ കഴിവുണ്ട്. ഭഗവാൻ അതിലും ഭഗവാൻ ആസ്വദിക്കുന്നു. അങ്ങനെ ആ ഗോവർദ്ധന്റെ പരിസരത്ത് ഒരു അല്പം മഴ പോലും പെയ്തില്ല. അങ്ങനെ ചുറ്റുമുള്ള വ്രജയിലുള്ള ഗ്രാമങ്ങളെല്ലാം തന്നെ വെള്ളപ്പൊക്കം, അതിഗംഭീരമായ വെള്ളപ്പൊക്കം. അങ്ങനെ യമുനാ നദിയൊക്കെ കര കവിഞ്ഞൊഴുകി. അപ്പൊ ആ ഒരു അവസരത്തില് ഈ 7 ദിവസവും ഭഗവാനെ ഇങ്ങനെ കൺകുളിർക്കെ കണ്ട്, ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഒരു പോള കണ്ണടയ്ക്കാതെ 7 ദിവസവും നിന്നു. 7 ദിവസം ഇങ്ങനെ ഒരു പോള കണ്ണടയ്ക്കാതെ ഇതുപോലെ ഈ ഗോവർദ്ധന ലീല നടന്ന അതുപോലെയുള്ള വൃന്ദാവനത്തില് ഇതുപോലെ ഭക്ഷണം പോലും കഴിക്കാതെ 7 ദിവസം വ്രതം എടുക്കുന്ന ആചാര്യന്മാരും ഉണ്ട്. ഭഗവാൻ അന്ന് ചെയ്തതുപോലെ 7 ദിവസം തുടർച്ചയായിട്ട് ഒരു പോള കണ്ണടയ്ക്കാതെ ജലപാനം പോലും ചെയ്യാതെ ഭഗവാൻ ഈ ഗോവർദ്ധനം ഉയർത്തി പിടിച്ചു നിന്നു. അപ്പൊ അത്രയും പേര് ഈ ഭഗവാനെ എന്ത് ചെയ്തു? അവർ പൂർണ്ണമായിട്ടും ഭഗവാനെ കാണാനായിട്ടുള്ള അവസരമാണ് ഭഗവാൻ കൊടുത്തത്, അല്ലെ? ഇവരെന്ത് മെർസിബിൾ ആണല്ലേ ആ നിന്നവരെല്ലാരും, ആ വ്രജയിലുള്ള ആൾക്കാരല്ലേ? ഇത്ര കോടി ജന്മങ്ങൾ തപസ് ചെയ്താൽ പോലും കിട്ടാത്ത ഭാഗ്യമാണ് അവർക്ക് ഉണ്ടായത്, അല്ലെ? ഈ പരമ ദിവ്യോത്തമ പുരുഷനെ കൺകുളിർക്കെ നമ്മളുടെ തൊട്ടടുത്ത് കാണുക. അപ്പൊ ഒരാൾക്ക് മാത്രം ഈ ഭാഗ്യം ഉണ്ടായില്ല. അതാരാണെന്ന് പറയാമോ? തുളസി ദേവിക്കാണ്.
നമ്മളിപ്പോ കലിയുഗത്തിൽ ഭഗവാന്റെ ഭയങ്കര ഭക്തയായിട്ട് അറിയപ്പെട്ട ആളാണ്. വൃന്ദാദേവി വൃന്ദാവതി. വൃന്ദാദേവി അല്ല, കലിയുഗത്തിൽ ഇല്ലല്ലോ വൃന്ദാദേവി. തുളസി മഹാറാണിയായിട്ടല്ലേ കലിയുഗം. നമ്മളുടെ മീരാഭായി മീരാഭായ്. ഭഗവാന്റെ കോകില സഖിയായിരുന്നു. അപ്പം ഈ മീരാഭായി ആ കോകില സഖി അദ്ദേഹത്തെ വ്രജയിലേക്ക് വിവാഹം കഴിച്ച് കൊണ്ടുവരുമായിരുന്നു. അപ്പം അമ്മായിയമ്മ അതുപോലെ മറ്റുള്ളവരെല്ലാരും പറഞ്ഞു, ഇവിടെ ഒരു പയ്യനുണ്ട്, ഒരു കാലിച്ചക്കനുണ്ട്, ഭയങ്കര കള്ള തിരുമാടിയാണ്, അവൻ ഈ സ്ത്രീകളെയൊക്കെ അങ്ങ് ആകർഷിക്കും, കണ്ടു കഴിഞ്ഞാലേ ഭയങ്കരമായിട്ട് ആകർഷിക്കും. അങ്ങനെ അവനെ നോക്കരുത്, കാണരുത്. അവനെ ഒരു പ്രാവശ്യം കണ്ടു കഴിഞ്ഞാലേ നമ്മൾ അവന്റെ മായാജാലത്തിൽ അകപ്പെട്ടു പോകും. അതുകൊണ്ട് നീ നിന്റെ ഭർത്താവിനെയൊക്കെ ഉപേക്ഷിക്കും, പിന്നെ അവന്റെ കൂടെ ആകും. പിന്നെ വേറെ നിനക്ക് മറ്റുള്ള ഒരു കാര്യങ്ങളിൽ താല്പര്യം ഉണ്ടാകത്തില്ല, അവന്റെ മായാവലയത്തില് അകപ്പെട്ടു പോകും എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ ഇങ്ങനെ പേടിപ്പിച്ചു വെച്ചിരുന്നു. അപ്പൊ അങ്ങനെ ഈ കോകില സഖി എന്ത് ചെയ്തു, ഭഗവാനെ കാണാനുള്ള ഓരോ അവസരങ്ങളിലും എന്ത് ചെയ്തു, ഇവരിങ്ങനെ മൂടുപടം, സ്ത്രീകൾ ഇങ്ങനെ അറിയാമല്ലോ, ഗോകുലത്തിലെ വ്രജവാസികളൊക്കെ ഇങ്ങനെ ഇത് മൂടുപടം ഇട്ടിട്ടാണ് പോകുന്നത്. ഇങ്ങനെ ഈ തട്ട ഇട്ടിട്ട് ഇങ്ങനെ മൂടിയിടും. അങ്ങനെ അവർ ആ മൂടുപടം ഇട്ട് അത് ഭഗവാൻ ഒരു പ്രാവശ്യം വിളിച്ചു, കോകില സഖി ഇവിടെ നോക്കൂ എന്ന് പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് നിന്നെ കാണണ്ട, എനിക്ക് നിന്റെ മായാവലയത്തിൽ അകപ്പെടാൻ താല്പര്യമില്ല, നീ ഒരു പ്രാവശ്യമെങ്കിലും കണ്ണെടുത്ത് നോക്കൂ എന്നെ എന്ന് പറഞ്ഞ് ഈ ഭഗവാൻ പറഞ്ഞു. അല്ലെങ്കിൽ നിനക്ക് ഒരുപക്ഷെ എന്നെ ഈ ഒരു ജീവിതാന്ത്യം പോലും നിനക്ക് എന്നെ കാണാനായിട്ടുള്ള ഭാഗ്യം ഉണ്ടാകില്ല. നീ ഇപ്പോൾ കണ്ണു തുറന്നു നോക്കൂ എന്ന് പറഞ്ഞപ്പോൾ ഈ ഗോകുല സഖി അത് കേൾക്കാതെ ഓടിപ്പോയി. അപ്പൊ ഭഗവാൻ പറഞ്ഞു, നീ എന്നെ അലഞ്ഞ് തിരിഞ്ഞ് നീ ജന്മജന്മാന്തരങ്ങൾ എടുക്കും എന്നെ കാണാതെ, പക്ഷെ കലിയുഗത്തില് നീ വീണ്ടും വന്ന് പിറക്കും എന്നെ കാണാനായിട്ട്, ഇതേ ആഗ്രഹം വെച്ചുകൊണ്ട്. അപ്പോൾ നിനക്ക് വീണ്ടും എന്നിലേക്ക് തിരിച്ചു വരാൻ സാധിക്കും. ഈ ഒരു ദ്വാപര യുഗത്തിൽ നിനക്ക് എന്നെ കാണാനായിട്ട് യാതൊരു യോഗ്യത ഉണ്ടാകില്ല എന്ന് പറഞ്ഞു. കാര്യം നീ എന്റെ രൂപം നീ മറച്ചു പിടിച്ചു. അപ്പൊ അതുകൊണ്ട് നിനക്ക് ഈ ഒരു ശിക്ഷ ഞാൻ തരുകയാണ് എന്ന് പറഞ്ഞിട്ട് ഭഗവാന്റെ ഒരു ശാപവചനം പോലത്തെ ഒരു വചനമാണ് കോകില സഖിക്ക് കിട്ടിയത്. കാര്യം ഭഗവാനെ ിലേക്ക് ദൃഷ്ടി തിരിക്കുക എന്ന് പറഞ്ഞാൽ മഹാ അപരാധമാണ്. കാര്യം ഇവർക്ക് അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചാണ്. ഇവരെ അങ്ങനെയാണ് ട്രെയിൻ ചെയ്തത്, അമ്മായിയമ്മയും അങ്ങനെ മറ്റു പലരും. അപ്പൊ അങ്ങനെ ഈ കോകില സഖി ഈ ബ്രജയില് ഇതുപോലെ വെള്ളപ്പൊക്കം ആയിക്കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന ഇങ്ങോട്ടേക്ക് വരാതെ 7 ദിവസം അവിടെ നിൽക്കേണ്ടി വന്നല്ലേ. 7 ദിവസം ഇതാരാണ് ഈ കാലിച്ചക്കൻ, ഏതാണ് ഈ ഗോപാലൻ, ഏത് മായാജാലക്കാരനാണ് ഇത്രയും വലിയ പർവ്വതം ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത്, എനിക്ക് അവനെ ഒന്ന് കാണണല്ലോ എന്ന് പല തവണ വിചാരിച്ചിട്ടും എന്ത് ചെയ്ത്, ആരെങ്കിലും ഒന്നുകിൽ മുന്നോട്ട് വന്നിരിക്കും, അല്ലെങ്കിൽ ഇവരെ തള്ളി മാറ്റും. അങ്ങനെ ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ പോയി 7 ദിവസം ഇവരെ അലഞ്ഞു. അത് കഴിഞ്ഞ് ഇവര് 7 യുഗം എന്ന് പറഞ്ഞ പോലെ അവരുടെ ജീവിതം തീരുന്നിടം വരെ ഈ ഗിരിധർ ഗോപാലന്, അപ്പം ഭഗവാന് ഈ ഗിരിധർ ഗോപാലൻ എന്നുള്ള ആ ഒരു സങ്കല്പത്തിലാണ് ഈ പറയുന്ന കോകിലസഖി കണ്ടത്. കാണാൻ പറ്റിയില്ലെങ്കിലും ഈ ഗിരി ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന, പർവ്വതം ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ആ ഒരു രൂപത്തിൽ കോകിലസഖി ഇങ്ങനെ സ്മരിച്ച് അതായത് മരണത്തിലും എനിക്ക് എന്റെ ഗിരിധർ ഗോപാലിനെ ഒന്ന് കണ്ടാൽ മതിയായിരുന്നു, എനിക്ക് എന്റെ ഗിരിധർ ഗോപാലിനെ ഒന്ന് കണ്ടാൽ മതിയായിരുന്നു, ഈ ഒരു വിചാരത്തോടു കൂടി മരിച്ചപ്പോൾ എന്ത് ചെയ്തു, കലിയുഗത്തിൽ മീരാഭായി ആയിട്ട് അവതരിച്ചു. മീരാഭായിക്ക് ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ച് നടന്നു കഴിഞ്ഞപ്പോൾ ഒരു സ്ഥലത്ത് ഗിരിധർ ഗോപാലിനെ ടെമ്പിൾ കണ്ടപ്പോൾ പറഞ്ഞു, എനിക്ക് ഇവനെ നല്ല പരിചയമുണ്ട്, ഞാൻ കഴിഞ്ഞ ഈ ഗിരിധരനെ ഇതേ രൂപം എനിക്ക് നല്ല പരിചയമുണ്ട്, ഇതേ രൂപം എനിക്ക് നല്ല പരിചയം, മുജ്ജന്മങ്ങളിൽ എനിക്ക് എന്റെ മനസ്സിന്റെ ഉള്ളിലെ അത്രയ്ക്ക് പരിചയമുള്ള രൂപമാണിത് എന്ന് മീരാഭായി പറഞ്ഞു. അങ്ങനെ മീരാഭായി ഭഗവാനെ അന്വേഷിച്ച് ഗിരിധർ ഗോപാലിനെ അന്വേഷിച്ച് ആ ഗിരിധർ ഗോപാലിൽ ചെന്ന് ലയിച്ചു. ഇപ്പോഴും നമുക്ക് ആ ഒരു ക്ഷേത്രമുണ്ട്, മീരാബായിയുടെ ഒരു ക്ഷേത്രമുണ്ട്. ഭഗവാനിൽ ചെന്ന് വിലയം പ്രാപിച്ചിട്ട് മീരാദേവിയുടെ സാരിയും ഷാളും ഒക്കെ ആ ഭഗവാന്റെ ശരീരത്തുണ്ട്. അപ്പൊ അങ്ങനെ അതെവിടെയാണ് ആ ക്ഷേത്രം എവിടെയാ? രാജസ്ഥാനിൽ ഒരു ക്ഷേത്രമുണ്ട്, അതുപോലെ തന്നെ വൃന്ദാവനത്തിൽ ഒരു ക്ഷേത്രമുണ്ട് മീരാബായിയുടെ. എനിക്ക് ആ ക്ഷേത്രത്തിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല. അപ്പൊ അതുകൊണ്ട് അപ്പൊ അങ്ങനെ ആ
ആ 7 ദിവസം എന്ത് ചെയ്തു? എല്ലാവരും ഭഗവാന്റെ ഈ മനോഹരമായ ലീല, ഭഗവാന് ശ്യാമസുന്ദരന്റെ ആ ഒരു ഭംഗി മുഴുവനും ആസ്വദിച്ച് എല്ലാവരും അവിടെ നിന്നു. ഇത് കഴിഞ്ഞപ്പോൾ ഇത് കണ്ട് ലജ്ജിതനായി, ഈ മേഘങ്ങളില് എപ്പോഴും വെള്ളം ഉണ്ടാവുമോ? മേഘങ്ങൾ കുറച്ച് കഴിയുമ്പോഴത്തേനും വെള്ളം എല്ലാം തീർന്ന് സംവർത്തക മേഘങ്ങളൊക്കെ കാലിയായി, ഒന്നുമില്ലാതായി പോയി. ഇത് കണ്ട് ഇന്ദ്രദേവന് വളരെ ഇച്ഛാഭംഗം ഉണ്ടായി. ഇത്രയും നാണക്കേട് ഇനി സംഭവിക്കാനില്ലേ, ഈ ഇത്രയും വലിയ ആളോടാണ് ഞാൻ ഈ പരീക്ഷണം നടത്താൻ വിചാരിച്ചത് അല്ലെ. ആ ഒരു ഗോവർദ്ധനത്തിന്റെ പരിസരത്തിലെങ്കിലും ഒരു മഴയുടെ തുള്ളി വീണിട്ടില്ല. ബാക്കി പ്രജയിലൊക്കെ വെള്ളം പൊങ്ങി. ഈ ഗോവർദ്ധന പരിസരത്ത് മാത്രം ഇവരെല്ലാവരും ഭഗവാനെ ആസ്വദിച്ച്, ഭഗവാന്റെ ആ ഒരു രൂപത്തിൽ ആസ്വദിച്ച്, അങ്ങനെ ആ ഒരു ലീല 7 ദിവസം ഇവര് നിന്നാടി. അപ്പം എന്ത് ചെയ്തു? ഈ സമർത്ഥക മേഘങ്ങള് മടങ്ങി അവരുടെ ഒളിസ്ഥാലത്ത് പോയി ഒളിച്ചു പോയിരുന്നു. അവര് നാണം കെട്ട് പോയി. കാര്യം ഇന്ദ്രദേവൻ വിളിച്ചിട്ട് വന്നതാണ്. പക്ഷെ അവർക്ക് ആ ഭഗവാന്റെ ഒരു സേവയിൽ പങ്കെടുക്കാനായിട്ടുള്ള ഭാഗ്യമുണ്ടായ സമർത്ഥക മേഘങ്ങൾക്ക്. അങ്ങനെ ഇന്ദ്രദേവൻ ബ്രഹ്മാവിനോട് പറഞ്ഞു, ഞാൻ ഇനി എന്ത് ചെയ്യും? ഞാൻ ഇത്രയും വലിയൊരു പരീക്ഷണമാണ് ചെയ്തത്. ഞാനത് ഒരു കാലിച്ചക്കനാണെന്ന് വിചാരിച്ചു. എന്റെ മനസ്സ് വിഭ്രമം ഉണ്ടായി. അങ്ങനെ ഞാൻ അദ്ദേഹത്തിന് ഒരു പണി കൊടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ എനിക്കിട്ട് തിരിച്ച് പണി നടന്നു. ഇനി ഞാൻ എങ്ങനെ പോകും? അപ്പം അദ്ദേഹത്തിന്റെ അടുക്കൽ എനിക്ക് ജാള്യതയാണ്. എനിക്ക് അവൻ നിൽക്കാൻ പോലുള്ള യോഗ്യതയില്ല. ഞാൻ എങ്ങനെ അതിന് ക്ഷമാപണം പറയും? നേരെ നിൽക്കാൻ എനിക്ക് പറ്റുന്നില്ല. ഇത്രയും നാണം കെടാനായിട്ട് എനിക്ക് ബാക്കിയില്ല. അപ്പം ഇന്ദ്രദേവനും എത്ര സത്വഗുണത്തിലാണ് ദേവന്മാരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവർക്ക് ഒരു അഭിമാനവും അതും ഇതൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ വന്നപ്പോ ബ്രഹ്മദേവൻ ഒരു ഉപായം കൊടുത്തു. ഭഗവാൻ ഏറ്റവും പ്രിയമുള്ളത് ആരാണ്? ഗോക്കളെയാണ് അല്ലെ. അതുകൊണ്ടാണ് ഗോവിന്ദൻ എന്നുള്ള പേര് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഗോക്കളെ മീച്ചുകൊണ്ടും കാളിന്തി തീരത്തുള്ള പൂക്കളെറിത്തുകൊണ്ടും ഗോവിന്ദൻ ഇന്നു വന്നു. കേട്ടിട്ടുണ്ടോ ഈ പാട്ട്? എന്തോ ഞാന് ഇപ്പോഴാ ഓർക്കുന്നത് പെട്ടെന്ന്. നമ്മള് ഭജനയ്ക്ക് പാടുന്നതാണ്. പണ്ട് ചെറുപ്പത്തിൽ ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ ഇരിക്കുമ്പോ പാടുന്നൊരു പാട്ട്. വള്ളിക്കുടിലേറി വനമാല കോർത്തുകൊണ്ടും വല്ലഭിമണികൾ തൻ കണ്ണിണ ചിമ്മിക്കൊണ്ടും ആറ്റിലേക്ക് അവൻ ചാടി അലകൾ മുറിച്ചു നീന്തി അരുതെന്നു കാണികൾ തൻ അലമുറകൾ പൊങ്ങി. കാളിയൻ സർപ്പവും കണ്ണനുമായി കാളിന്തിയാറ്റിൻ നടുവിൽ പൊങ്ങി. പത്തി വിടർത്തി ഫണീന്ദ്രൻ നെറ്റിയിൽ കൊത്തി കണ്ടു നിന്നവർ കണ്ണുകൾ പൊത്തി. ഫണത്തിന്മേൽ കണ്ണൻമണി വർണ്ണൻമണി കളിയാടും നേരം കാളിയൻ അപ്പോൾ തളർന്നു വീണു, കാലിൽ പതിച്ചു മരിച്ചു വീണു. ഗോക്കളെ മീച്ചു കൊണ്ടും കാളിന്തി തീരത്തുള്ള പൂക്കളെറുത്തു കൊണ്ടും ഗോവിന്ദൻ ഇന്നു വന്നു. ഗോക്കളെ മീച്ചു കൊണ്ടും. ഹരേ കൃഷ്ണ. ഒരു ഓർമ്മ പഴയൊരു ഫ്ലാഷ് ബാക്ക്. ഈണവും താളോ ശബ്ദമൊന്നും ഇല്ല, നിങ്ങൾ ക്ഷമിക്കണം. നല്ലൊരു പാട്ടാണ്, നല്ലൊരു ഭജന പാട്ടാണ്. ഞാൻ ഈ കൊളാക്കി തന്നതിന് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. അപ്പൊ അങ്ങനെ എന്താണ് നമ്മൾ തിരുവാതിരപ്പാട്ടും പാടും. തിരുവാതിരപ്പാട്ടും പാടും. ഞങ്ങൾ തിരുവാതിര കളിക്കുമ്പോ ഈ പാട്ട് നിങ്ങളൊക്കെ ഈ പാട്ട് കേട്ടിട്ടുള്ളതാണത്? ഞങ്ങളുടെ അവിടുത്തെ ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതെയോ? ഭയങ്കര രസമായിരുന്നു. എനിക്കന്ന് തന്നെ ഈ ഒരു പാട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. പക്ഷെ നമുക്ക് പാടാനായിട്ട് ഭഗവാൻ എനിക്ക് തന്നിട്ടില്ല. എന്തായാലും ഞങ്ങൾക്ക് കേൾക്കാൻ ഭാഗ്യം വന്നല്ലോ. ഹരേ കൃഷ്ണ. അപ്പൊ അങ്ങനെ നമ്മൾ എന്താണ് കണ്ടത്? ഈ ഭഗവാൻ, നമ്മുടെ ഗോവിന്ദനായ ഭഗവാനെ ഗോക്കളെ കൊണ്ടേ പ്രീതിപ്പെടുത്താൻ സാധിക്കുള്ളൂ. അദ്ദേഹം വളരെ എളുപ്പം ഗോക്കൾ വന്നു കഴിഞ്ഞാൽ പ്രീതിപ്പെടും. അങ്ങനെ നമ്മളുടെ ഇദ്ദേഹം സുരഭി പശുവിനെ കാണാൻ പോയി. സുരഭി പശുവിനോട് പ്രാർത്ഥിച്ചു, അവിടെ വന്ന് നീ എനിക്ക് വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്യണം. അപ്പം ഞാനിപ്പോ എന്ത് ചെയ്യും? നീ റെക്കമെൻഡ് ഒക്കെ ചെയ്ത് ഭഗവാന്റെ ആ ദേഷ്യമൊക്കെ മാറിക്കഴിഞ്ഞാൽ ഭഗവാൻ ശപിക്കുവോ ഭസ്മാക്കുവോ എന്നൊക്കെയുള്ള പേടിയാണ്. ഭഗവാൻ ആരെ അങ്ങനെ ചെയ്യില്ലെങ്കിലും
ഇന്ദ്രൻ ഒരു ജാള്യത, ഇത്രയും നമുക്കിട്ടൊരു പണി തന്നല്ലേ. അപ്പം ഭഗവാൻ എന്ത് ചെയ്യാ, സുദർശനം ഒന്ന് എടുത്താൽ മതിയില്ലേ, പിന്നെ ഓടേണ്ടി വരികയില്ലേ ത്രൈലോക്യങ്ങളിലും. അപ്പൊ അതുകൊണ്ട് വളരെ പേടിച്ച് ഈ തുരവി പശുവിന്റെ പുറകിൽ വന്ന് നിന്നു. സുരവി പശു എന്ത് ചെയ്തു, ഭഗവാനെ കണ്ടു കഴിഞ്ഞാൽ ആദ്യമായിട്ട് അവരെന്താ ചെയ്യുന്നത്? സുരവി പശുവിന്റെ ധർമ്മം എന്താണ്? ഭഗവാനെ കണ്ടു കഴിഞ്ഞാൽ പാൽ പാൽ പാല് ചുരത്തി ഗോവിന്ദാഭിഷേകം, അതിനാണ് പാല് ഗോവിന്ദാഭിഷേകം എന്ന് പറയുന്നത്. അങ്ങ് സുരവി പശു അങ്ങ് പാല് ചുരത്തി അങ്ങ് അഭിഷേകം അങ്ങ് തുടങ്ങും. ഗോലോകത്തും ഇത് തന്നെയാണ് സദാ നടക്കുന്നത്. സുരഭി പശുക്കൾ എന്താണ്, അനേകായിരം സുരഭി പശുക്കള് ഭഗവാന് സദാ ഗോവിന്ദാഭിഷേകം നടത്തി അവിടെ നിന്ന് പാൽ നദികളാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ആ പാൽ നദി ഒഴുകി പാലാഴി ആകുന്നു, അല്ലെ? വിരജാ നദി, പാലാഴി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ക്ഷീരസാഗരം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, അല്ലെ? അങ്ങനെ ആ സുരഭി പശു ഈ ഇന്ദ്രദേവനുമായിട്ട് പറഞ്ഞ വാക്കൊക്കെ മറന്നുപോയി. അവര് ഭഗവാനെ കണ്ടപ്പോ ഭഗവാൻ അപ്പം വളരെയധികം സന്തുഷ്ടനായി. അപ്പൊ നോക്കിയപ്പോ പുറകിൽ നിന്ന് ഒരാൾ ഇങ്ങനെ ഒളിച്ചു നോക്കുന്നു സുരഭി പശുവിന്റെ. നോക്കിയപ്പോ ഇന്ദ്രദേവൻ. അങ്ങനെ ഇന്ദ്രദേവന്റെ ഒരു സ്തുതി പറയുന്നു. ഭാഗവതത്തിൽ ആ സ്തുതി ഉണ്ട്. അപ്പം ആ സ്തുതിയില് ഇന്ദ്രദേവൻ എന്നിട്ട് കൂടി അദ്ദേഹത്തിന്റെ ആ ഒരു അഹങ്കാരം ശമിക്കുന്നില്ല. ഡയറക്ട്ലി പറയുവാണ്, അല്ലെ? ഡയറക്ട്ലി ഭഗവാനെ സ്തുതിക്കുകയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭഗവാനെ ഞാൻ എന്റെ ഒരു ഇത് മാത്രം ഓർക്കുന്നുണ്ട്, നീ ഒരു വായാടി പയ്യനാണെന്ന് പറയുന്നു. അപ്പൊ എന്ത് ചെയ്തു, സരസ്വതി ദേവി എന്ത് ചെയ്തു, അത് പ്യൂരിഫൈ ചെയ്തിട്ട് നീ ഒരു വാചാലനാണ്, അല്ലെ? ഒരു കാര്യങ്ങളിൽ നീ മൾട്ടിപ്പിൾ അർത്ഥത്തിൽ പറയുന്നു, അല്ലെ? ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത് പല പല അർത്ഥങ്ങളിലായി പല നമുക്ക് എടുക്കാണ്ട് സാധിക്കുന്നു. ആ ഒരു രീതിയിലാക്കിയിട്ട് ഈ അർത്ഥത്തെ എല്ലാം മാറ്റിയിട്ട് സരസ്വതിയെ പ്യൂരിഫൈ ചെയ്തിട്ടാണ് എങ്ങോട്ടേക്ക് വിട്ടത്, ഭഗവാന്റെ അടുത്തേക്ക് വിട്ടത്. അപ്പൊ ഭഗവാൻ എന്ത് ചെയ്തു, അതെല്ലാം ഇന്ദ്രദേവന് ക്ഷമയെല്ലാം കൊടുത്തിട്ട് ഇന്ദ്രദേവനെ ആജ്ഞാപിച്ചു, ഇനി വ്രജവാസികളെ നീ ഒരു തരത്തിലും ആക്രമിക്കാൻ ഇനി മേലിൽ വരരുത്. അതുപോലെ തന്നെ ഈ വെള്ളപ്പൊക്കം കൊണ്ട് നശിച്ച ഈ ഇത് മുഴുവൻ നീ പഴയതിനേക്കാളും നന്നായിട്ട് പുനരുദ്ധരിക്കണം. അതുപോലെ തന്നെ അവരുടെ കൃഷി അങ്ങനെയുള്ള ഒരു പ്രാവശ്യം പോലും ഇനി എന്താണ് ഇങ്ങനത്തെ ഇന്ദ്രപൂജ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും പ്രശ്നങ്ങളും വെച്ചുകൊണ്ട് വന്നേക്കരുത് എന്ന് പറഞ്ഞ് ഭഗവാൻ താക്കീത് ചെയ്തു. അപ്പൊ ഇന്ദ്രദേവൻ എല്ലാം അംഗീകരിച്ച് അവിടുന്ന് യാത്രയായി. അങ്ങനെ ഏത് സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ സുരഭി പശു ഈ ഒരു പാലാഭിഷേകം, ഗോവിന്ദാഭിഷേകം നടത്തിയത്? ആർക്കാ പറയാൻ പറ്റുന്നത്? മുഖാരവിന്ദ. മുഖാരവിന്ദം. അപ്പൊ മുഖാരവിന്ദം എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മളിപ്പം പോകുമ്പോൾ കാണാം, പരിക്രമത്തിന് എല്ലാവരും പാൽക്കുടങ്ങളിൽ താഴെ ചെറിയ ഓട്ട ഇട്ടിട്ട് ഈ ഗോവർദ്ധന പരിക്രമത്തിൽ മുഴുവൻ ഇങ്ങനെ പാലിങ്ങനെ തുള്ളി തുള്ളിയായി വീണുകൊണ്ടിരിക്കും, അല്ലെ? അങ്ങനെ മുഖാരവിന്ദയെ കൊണ്ടേ ബാക്കി കൊണ്ടേ നമ്മൾ അഭിഷേകം ചെയ്യും. അങ്ങനെ ആ മുഖാരവിന്ദയിൽ ഭഗവാൻ ഇങ്ങനെ ആ ഒരു ഭാഗത്ത് നിന്നിട്ടാണ് എന്നാണ് ഭഗവാൻ ഗോവർദ്ധനം ഉയർത്തിയത്. എന്നിട്ട് അവിടെയാണ് ഈ സുരഭി പശു എന്ത് ചെയ്യുന്ന പാൽ ചുരത്തി ഭഗവാൻ അഭിഷേകവും ചെയ്തത്. അപ്പൊ അങ്ങനെ ആ ഗോവർദ്ധന ലീല, അങ്ങനെ അതിമനോഹരമായ ആ ഗോവർദ്ധന ലീല വളരെ ഭംഗിയായി നടന്നു. ഈ ഗോവർദ്ധന ലീലയിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? നമ്മൾ രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട് മനസ്സിലാക്കാനായിട്ടുള്ള. ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെമിഗോഡ് വർഷിപ്പ് നമ്മൾ അന്ധവിശ്വാസങ്ങളായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നു, അല്ലെ? അത് ഉപദേവത പ്രാർത്ഥനകൾ. ഉപദേവതകൾ എന്താണ്? ഗീവ് ആൻഡ് ടേക്ക്. നമ്മൾ അങ്ങോട്ട് കൊടുത്താൽ ഇങ്ങോട്ട് തരും, അങ്ങോട്ട് കൊടുത്തില്ലേ ഇങ്ങോട്ട് പണിയും തരും. അപ്പൊ ഭഗവാൻ അതിന് വിരാമം ഇട്ടു, അല്ലെ? ഒരുപാട് കാലമായിട്ടുള്ള ദുരാചാരങ്ങളാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ, അല്ലെ? അപ്പൊ ഭഗവാൻ അതിന് വിരാമം ഇട്ടു. അപ്പൊ അതൊന്നാണ്, അന്ധവിശ്വാസങ്ങളെ തച്ചുടച്ചു ഭഗവാൻ ഈ ലീലയിൽ കൂടി. അടുത്ത കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? നമ്മളുടെ ഹൃദയത്തിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള പർവ്വത തുല്യങ്ങളായിട്ടുള്ള പാപങ്ങളെ ഒരു എന്താണ് പുഷ്പസമാനമായിട്ട് ഭഗവാൻ ഉയർത്തി എടുത്തു മാറ്റുന്നു. പർവ്വത സമാനമായിട്ടുള്ള ജന്മജന്മാന്തരങ്ങളുടെ ദുരിതങ്ങളെയും പാപങ്ങളെയും ഭഗവാൻ എന്താണ് ഒരു പുഷ്പ സമാനമായിട്ട് അതിനെ ഉയർത്തി എടുത്ത് കളയുന്നു. ഇവിടുന്ന് എടുത്തങ്ങ് കളയുന്നു ചെറുവിരല് കൊണ്ട്, അല്ലെ? അത്ര നിഷ്പ്രയാസമാണ് ഭഗവാൻ. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾക്ക് എല്ലാവർക്കും എന്താണ് ഗോവർദ്ധനം എങ്ങനെ കുടയായി പ്രജവാസികൾക്കൊക്കെ അഭയം കൊടുത്ത പോലെ തന്നെ നമ്മളുടെ എല്ലാ ഓവറോൾ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഭഗവാൻ ഒരു കുടയായിട്ട് നിൽക്കുകയാണ്, സംരക്ഷണം നൽകി, അല്ലെ? നമ്മളുടെ അഭയമാണ്, അഭയസ്ഥാനമാണ്, അല്ലെ? സദാ സർവർക്കും അഭയമാണ്. ഇപ്പൊ ഗോവർദ്ധന എങ്ങനെ ഷെൽട്ടറായി നിന്നോ, നമ്മളുടെ എല്ലാവരുടെയും സുപ്രീം ഷെൽട്ടർ എന്ന് പറഞ്ഞാൽ ഭഗവാനാണ്. ആ ഭഗവാനെ ആശ്രയിച്ച് കഴിഞ്ഞാൽ ഭഗവാൻ
നമ്മളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കിയിട്ട് നമ്മൾക്കൊരു ആവരണമായിട്ട് നിൽക്കുന്നു. ഇതൊക്കെയാണ് നമ്മൾ ഗോവർദ്ധന ലീലയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, അല്ലെ? നമ്മളുടെ ദുരിതങ്ങളെയൊക്കെ ഭഗവാൻ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ നിഷ്പ്രയാസം ഭഗവാന് അതിനെ, ഗോവർദ്ധനത്തെ എത്ര ലാഘവത്തോടു കൂടി ഉയർത്തി. മഹാപർവ്വതമാണല്ലേ ഗോവർദ്ധനം. ഇപ്പോഴും നമ്മൾ പോയി കഴിഞ്ഞാൽ ഓട്ടോയിലൊക്കെ നമുക്ക് നടന്ന് ഒരു ദിവസം എടുക്കും നടന്ന് പ്രദക്ഷിണം ചെയ്യാനായിട്ട്. നമ്മൾ ഓട്ടോയിലൊക്കെയാ പോകുന്നത്. അപ്പൊ അവിടെ ഈ പ്രദക്ഷിണം ചെയ്യുന്ന ഞാന് ഈ കിടന്ന് പരിക്രമം ചെയ്യുന്ന ആൾക്കാരെയൊക്കെ ഞാൻ ഇപ്പോഴേ നമിക്കുന്നു. ഞാൻ എപ്പോഴും നമിക്കുന്നു. കാര്യം നമുക്ക് നടന്ന് പരിക്രമം ചെയ്യാൻ പറ്റാത്ത സ്ഥിതിക്ക് ഇവര് 3 മാസമൊക്കെ എടുത്തിട്ടാണ് കിടന്ന് പരിക്രമം ചെയ്യുന്നത്. കിടന്ന് നമ്മളിപ്പം ഗുരുവായൂർ അമ്പലത്തിൽ കാണുന്ന പോലെ ശയനപ്രദക്ഷിണം അല്ല. ഇവര് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോവർദ്ധനത്തിലെ ഒരു ശില, ഗോവർദ്ധനവും ഭഗവാനുമായിട്ട് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? യാതൊരു വ്യത്യാസവും ഇല്ല. ഗോവർദ്ധനവും ഭഗവാനും ഒന്ന് തന്നെയാണ്. അത് എങ്ങനെ മനസ്സിലാക്കി? ഈ ലീല കഴിഞ്ഞപ്പോഴത്തേക്കിനും ഭഗവാൻ പറഞ്ഞു, നമുക്ക് ഈ സമ്പാദിച്ച സംഭാരങ്ങളൊക്കെ തന്നെ ഗോവർദ്ധനത്തിന് അങ്ങ് ഓഫർ ചെയ്യാന്ന് പറഞ്ഞു. ഈ ഗോവർദ്ധനത്തിന് ഓഫർ ചെയ്യാനായിട്ട് ഈ സാധനങ്ങളെല്ലാം നന്ദഗോപുരം യശോദ എല്ലാം കൊണ്ട് ഓഫർ ചെയ്തു. ഓഫർ ചെയ്തപ്പോൾ ഭഗവാൻ തന്നെ ഗോവർദ്ധനത്തിന്റെ രൂപം സ്വീകരിച്ച് ഇവരെയൊക്കെ ഒന്ന് കാണിക്കണ്ടേ? ആരെങ്കിലും ഈ നമ്മൾ സാധാരണഗതിയിൽ കാണിക്കുന്ന ഇന്ദ്രദേവനൊക്കെ ഇങ്ങനെ നമ്മൾ സ്വാഹ സ്വാഹ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ അത് ആരും സ്വീകരിക്കുന്നില്ല. അഗ്നിയിൽ അത് വെന്തുരുക്കി അങ്ങ് പോവുകയാണല്ലേ, ആരും കാണുന്നില്ല. കലിയുഗത്തിലെ ദേവന്മാരെ നമുക്ക് അങ്ങനെ പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റത്തില്ല. അപ്പം എന്ത് ചെയ്തു? ഭഗവാൻ ഗോവർദ്ധനത്തിന്റെ രൂപം സ്വീകരിച്ചിട്ട് വായ അങ്ങ് അതിഗംഭീരമായ വായൊക്കെ അങ്ങ് പിളർന്ന് എന്ത് ചെയ്തു? ഇവര് കൊടുത്ത വിഭവങ്ങൾ മുഴുവനും സ്വീകരിച്ചു. അപ്പൊ അവിടെ നിന്ന് ഭഗവാൻ ഒരു ഒരു ഇത് വാക്ക് പറയുന്നുണ്ട്. എന്താണ്? ആർക്കാ അത് പറയാൻ പറ്റുന്നത്? വ്രജഭാഷയാണത്. വ്രജഭാഷയിൽ ഒരു വാക്ക് ഭഗവാൻ സംസാരിക്കുന്നുണ്ട്. ആർക്കാ അത് പറയാൻ പറ്റുന്നത്? ഇനിയോർ എന്നാണ്. ഇനിയോർ. എനിക്ക് ഇനിയും താ ഇനിയും താ ഇനിയും താ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇവിടെ ഉണ്ടാക്കിയ വിഭവങ്ങൾ മുഴുവനും അവര് ഗോപന്മാരും എല്ലാവരും കൂടി ഈ ഗോവർദ്ധന പർവ്വതത്തിനെ അർപ്പിച്ചു. ഗോവർദ്ധന പർവ്വതം അത് മുഴുവനും സ്വീകരിച്ചു. എന്നിട്ട് അത് അവർക്കെല്ലാം തിരിച്ച് പ്രസാദമായിട്ട് കൊടുത്തു. അങ്ങനെ അവര് ഗംഭീരമായിട്ട് അവിടെ പ്രസാദം കഴിച്ചു. അപ്പൊ യശോദമായ ഒരു കാര്യം അവിടെ ചെയ്തു. ഭഗവാന് 7 ദിവസം കഴിച്ചില്ല. ഭഗവാൻ ഒരു ദിവസം 8 നേരമാണ് യശോദാമ വിഭവങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. അങ്ങനെ 7 × 8 56. ഹിന്ദിയിൽ പറയുമ്പോൾ ചപ്പൻ. 56 ഹിന്ദിയിൽ പറയുന്നത് ചപ്പൻ. അങ്ങനെ ചപ്പൻ ഭോഗ അന്ന് മുതലാണ് തുടങ്ങിയത്. അപ്പൊ ഭഗവാന് ചപ്പൻ ഭോഗ അന്ന് മുതൽ കൊടുക്കാനായിട്ട് തുടങ്ങി. അപ്പൊ അങ്ങനെ അവരെല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി ഈ ലീലയൊക്കെ കഴിഞ്ഞ് തിരിച്ച് യാത്രയായി. അങ്ങനെ അതാണ് നമ്മൾ പറയുന്ന ഗോവർദ്ധന ലീല. ഗോവർദ്ധനതരം വന്ദേ വന്ദേ ഗോപാലരൂപിണം എന്ന് പറഞ്ഞൊരു സ്തുതിയുണ്ട്. ഓർമ്മയുണ്ടോ മാതാജിക്ക്? ഗോവിന്ദം ഗോപികാപ്രിയം എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഒരിതുണ്ട്. അത് ഗോവർദ്ധനതരം വന്ദേ ഗോപാലരൂപിണം എന്നൊക്കെ പറഞ്ഞു ഒരു സ്തുതിയുണ്ട്. അപ്പൊ ഞാനത് ഓർക്കുന്നില്ല. കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ ചൊല്ലിയപ്പോ എനിക്ക് ഓർമ്മ വന്നിരുന്നു, പക്ഷെ വീണ്ടും മറന്നുപോയി. അപ്പൊ എല്ലാവർക്കും ഗിരിരാജ് ഗോവർദ്ധനത്തിന്റെ കൃപാകടാക്ഷങ്ങൾ ഉണ്ടാകട്ടെ. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ആ ഗിരിധാരി ഗോപാലിന്റെ ആ മീരാദേവി പ്രാപിച്ച ആ ഗിരിധർ ഗോപാലിന്റെ രൂപത്തില് എല്ലാവരും ഹൃദയം കൊണ്ടും മനസ്സുകൊണ്ടും ആകർഷ്ടനായിട്ട് ആ ഒരു ഗിരിധർ ഗോപാലിന്റെ സംരക്ഷണയിൽ എപ്പോഴും നമുക്ക് ആ ഒരു ഷെൽട്ടർ, ആ ഒരു അംബ്രല്ലയുടെ കീഴിലാകാനായിട്ട് സാധിക്കട്ടെ. അപ്പൊ അദ്ദേഹം നമ്മൾക്കെല്ലാം എന്താണ് ഈ 7 ദിവസം അദ്ദേഹം വ്രജവാസികൾക്ക് കൊടുത്തു. നമ്മൾക്കൊക്കെ എപ്പോഴും സദാ ആ ഗിരിധർ ഗോപാലിന്റെ ദർശനവും സ്മരണവും ഉണ്ടാകട്ടെ എന്ന് ഞാൻ എന്റെ ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ ഹരിബോൾ. എന്തെങ്കിലും സംശയം ഉണ്ട് ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. നമ്മുടെ തിരുവല്ലയിലുള്ള പ്രഭുവിന് നമ്പർ തരണമെന്ന് പറഞ്ഞില്ലായിരുന്നോ? പ്രഭുവിന്റെ സത്സംഗമുണ്ട് നവംബർ 9 അമ്പലത്തിൽ വെച്ച്. ഞാൻ അറിഞ്ഞായിരുന്നു ഞാനെല്ലാം അറിഞ്ഞായിരുന്നു മാതാജി. മാതാജി എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല എന്ന് ഞാൻ വിചാരിച്ചു. എന്നോട് പ്രേമൻ പ്രഭു, ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടില് സത്സംഗത്തിന് പോയപ്പോ അദ്ദേഹം എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു, നമ്പർ കൊടുത്തു, പരസ്പരം അവർ തമ്മിൽ സംസാരിച്ചു. അതുപോലെ തന്നെ മാതാജി ലീഡ് ചെയ്ത ഒരു വലിയ എന്നെ പിന്നെ ജയേഷ് പ്രഭു വിളിച്ചെന്ന് പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞ പുള്ളി എന്നെ വിളിക്കുന്നേ. അതുകൊണ്ടാ പിന്നെ ഞാൻ പറയാൻ. ഞാനുമായിട്ട് അദ്ദേഹം എന്നെ അറിയത്ത് പോലും ഇല്ല. അദ്ദേഹം ഇല്ല. ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുമില്ല. അദ്ദേഹത്തിന്റെ നമ്പരും ഇല്ല, എന്റെ കയ്യിൽ ഒന്നുമില്ല.
അതായത് നിന്നെ പ്രഭു അറിയത്തൂല്ല. അല്ല കൃഷ്ണ പ്രഭു ആദിചന്ദ്ര പ്രഭുവിന്റെ അടുത്ത പ്രഭു ഞാൻ ഇത് കോഴ്സ് ചേർന്ന് പാസ്സായി. കഴിഞ്ഞ ദിവസമായിരുന്നു പരീക്ഷ എക്സാം. ഹരേ കൃഷ്ണ, ഹരി ബോൾ മാതാജി, ഹരി ബോൾ, ഹരി എന്നോട് ബോൾ, ഹരി. അങ്ങനെയാ പറഞ്ഞത്. ജയേഷ് പ്രഭു ഞാൻ എന്നിട്ട് കുഴപ്പമില്ല മാതാജി, അത് ഭഗവത്ഗീത ഞാൻ പറഞ്ഞിട്ടാണല്ലോ പ്രേമൻ പ്രഭു അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്ത് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് എന്റെ പേര് പറഞ്ഞു എന്നേ ഉള്ളൂ. അല്ല പിന്നെ നമ്മുടെ കൂടെ അന്ന് അമ്പലത്തിലുണ്ടായിരുന്ന ഒരു ഭഗവത്ഗീത യഥാരൂപം വാങ്ങിച്ചില്ലേ, ദീപു സാറ്, ഞാൻ ഓർക്കുന്നുണ്ടോ? അവിടെ വെച്ച് പ്രഭുജിയുടെ ബുക്ക് വാങ്ങിച്ച ഓർക്കുന്നുണ്ടോ? അദ്ദേഹം ഇന്ന് മരിച്ചുപോയി. ഇപ്പൊ സമയം മുമ്പ് മരിച്ചുപോയി ആള്. നമുക്ക് എന്തായാലും അദ്ദേഹത്തിന്റെ ആത്മാവിന് വേണ്ടി എല്ലാവർക്കും 3 പ്രാവശ്യം പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ രാമ ഹരേ രാമ. ഹരേ കൃഷ്ണ പ്രഭുജി. ഞാന് ഞായറാഴ്ച തിരുപ്പതി പോയിട്ട് പെട്ടെന്ന് തീരുമാനിച്ചു പോയി വന്നല്ലേ? ഹരേ കൃഷ്ണ, ഹരേ ബോൾ. തിരുപതി ബാലാജി കി ജയ്. ഹരേ കൃഷ്ണ. 20 മണിക്കൂർ ക്യൂ നിന്നു. ഹരി ബോൾ, ഹരേ കൃഷ്ണ. അത്രയും നേരം ഭഗവാനെ പ്രാർത്ഥിക്കാനും നാമം ജപിക്കാനും പറ്റിയല്ലോ, നല്ല കാര്യം. ഹരേ കൃഷ്ണ. അപ്പം വഞ്ചാകൽപതരുശ്ച കൃപാസിന്ധുഭ്യശ്ച പതന്ന പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവേ.